all, welcome to Steadicom MLT Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്ന ഏരിയ ആണ്. ഈ ഒരു ഏരിയ നമ്മൾ ഇന്ന് കംപ്ലീറ്റ് കവർ ചെയ്യുന്നതാണ്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള MCQം കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ലാബ് ടെക്നീഷ്യൻ DME എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു 1000 പ്രീവിയസ് ക്വസ്റ്റ്യൻ കേരള PSCയിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബുക്ക് നിങ്ങൾക്ക് ആമസോൺ കിൻഡിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് 99 റുപ്പീസിന് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്യാം. ആവശ്യമുള്ളവർക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മളെ ടോപ്പിക് സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ സ്റ്റെറിലൈസേഷൻ, എന്താണ് ഈ ഡിസിൻഫെക്ഷൻ എന്ന് നമുക്ക് നോക്കാം. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓൾ മൈക്രോ ഓർഗാനിസം ഇൻക്ലൂഡിങ് വയബിൾ സ്പോർസ് ആർ ഡിസ്ട്രോയിഡ്. നമ്മൾ ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്കറിയാം നമ്മുടെ എൻവയോൺമെൻറ്റിൽ നമ്മൾ എന്ത് വെച്ചാൽ അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റിന് മുകളിൽ കുറേ ബാക്ടീരിയാസും വൈറസസും ഫംഗസും ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. ഈ ബാക്ടീരിയനെയും ഫംഗസിനെയും വൈറസിനെയും എല്ലാം നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുകയാണ്, ഇൻക്ലൂഡിങ് സ്പോർസ്. സ്പോറിനടക്കം നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നിന്ന് ഡിസ്ട്രോയ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? സ്റ്റെറിലൈസേഷൻ എന്ന് പറയാം. എല്ലാ മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയയും വൈറസിനെയും ഫംഗസിനെയും ഇൻക്ലൂഡിങ് സ്പോർസിനടക്കം നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നിന്ന് ഡിസ്ട്രോയ് ചെയ്ത് അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് അത്രയും അതിനെ ക്ലീൻ ആക്കി സ്റ്റെറിലാക്കി മാറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയാം. എന്നാൽ ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞാലോ, ഇതേപോലെ ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? യെസ്, അതായത് ബാക്ടീരിയ വൈറസൊക്കെ കില്ലാവുന്നുണ്ടാവാം, പക്ഷേ നോട്ട് ബാക്ടീരിയൽ സ്പോർ. അവിടെ മോസ്റ്റ്ലി പത്തോജനിക് ഓർഗാനിസത്തിന് അവർ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ സ്പോർസ് ഉണ്ടാവില്ല. സ്പോർന്ന് ബാക്ടീരിയൽ സ്പോർസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി റെസിസ്റ്റൻസ് ഉള്ളതാണ്. സോ അതവിടെ കില്ലാവുന്നില്ല, സ്പോറ് കില്ലാവുന്നില്ല. പക്ഷേ ബാക്കിയുള്ളതൊക്കെ മോസ്റ്റ് ഓഫ് ദ പാത്തോജനിക് ഓർഗാനിസവും എന്താവുന്നുണ്ട്, അവിടെ ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡിസിൻഫെക്ഷൻ. സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഹൈ ലെവലാണല്ലേ, എല്ലാത്തിനെയും ക്ലീൻ ആക്കി വെക്കുന്നുണ്ട്. എന്നാൽ ഡിസിൻഫെക്ഷനിൽ എന്താണ്, എല്ലാത്തിനെയും ചെയ്യുന്നുണ്ട്, പക്ഷേ എക്സെപ്റ്റ് സ്പോർസിന് അവിടെ എന്ത് ചെയ്യുന്നില്ല, കില്ല് ചെയ്യുന്നില്ല. അതാണ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ഇനി മറ്റൊരു ടേം നോക്കാം. ദാറ്റ് ഈസ് അസെപ്സിസ്. അസെപ്സിസ് എന്ന് പറഞ്ഞാൽ ഈസ് ദ പ്രോസസ് ഫോർ കെമിക്കൽ ഏജൻറ്റ് ആൻറ്റിസെപ്റ്റിക്. അതായത് നമ്മളുടെ ബോഡി സർഫസ്, നിങ്ങൾ 2 പോയിൻ്റാണ് ഇവിടെ പഠിച്ചു വെക്കേണ്ടത്. ഒന്ന് ബോഡി സർഫസ് ഓർ സ്കിൻ എന്നുള്ളത്. നമ്മളുടെ ബോഡി സർഫസ് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ മുകളിൽ നമ്മൾ ആൻറ്റിസെപ്റ്റിക് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസെപ്സിസ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഒരു ബ്ലഡ് കളക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ക്ലീൻ ചെയ്യാറുണ്ട് അല്ലേ. ജസ്റ്റ് ആൽക്കഹോൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഏരിയ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമാണ് സിറിഞ്ച് ഇൻസേർട്ട് ചെയ്യുന്നത്. സോ ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ ആൻറ്റിസെപ്സിക് അല്ലെങ്കിൽ അസെപ്സിസ് എന്ന് പറയുന്നത്. സ്കിന്ന് സർഫസിൻ്റെ മുകളിൽ അവിടെയുള്ള ബാക്ടീരിയാസിനെയും വൈറസസിനെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഏരിയ ആണ് സ്കിന്നാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ബോഡി സർഫസ് ആണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് അസെപ്സിസ് എന്ന് പറയാം. സോ അവിടെയുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനൊക്കെ ഇൻഹിബിറ്റ് ചെയ്യും അല്ലെങ്കിൽ തന്നെ കില്ല് ചെയ്യും. കാരണം എന്താണ്, നമ്മൾ അഥവാ അവിടെ ക്ലീൻ ചെയ്യാണ്ടാണ് നമ്മൾ ഈ സിറിഞ്ച് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ ഇൻക്ലൂഡിങ് ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് അടക്കം നമ്മൾ ബ്ലഡിലേക്ക് എത്തിയിട്ട് പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ സെപ്സിസ് ഉണ്ടാക്കുക അല്ലേ. അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അസെപ്സിസ് ചെയ്യുന്നത്. സോ സ്റ്റെറിലൈസേഷൻ എന്താണെന്ന് പറഞ്ഞു, ഡിസിൻഫെക്ഷൻ എന്താണെന്ന് പറഞ്ഞു, അസെപ്സിസ് എന്താണെന്ന് പറഞ്ഞു. അസെപ്സിസ് എന്ന് പറയുമ്പോൾ ആൻറ്റിസെപ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്കിൻ സർഫസ് ക്ലീൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസെപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു സയൻറ്റിസ്റ്റിനെ കുറിച്ചും കൂടി ഇവിടെ പഠിക്കുകയാണ്. ദാറ്റ് ഈസ് ജോസഫ് ലിസ്റ്റർ എന്ന് പറഞ്ഞു. ജോസഫ് ലിസ്റ്റർ ആണ് ഫാദർ ഓഫ് ആൻറ്റിസെപ്റ്റിക് സർജറി എന്ന് പറയുന്നത്. ഒന്നുമില്ല, നിങ്ങളത് ജസ്റ്റ് ഫാദർ ഓഫ് ആൻറ്റിസെപ്റ്റിക് സർജറി എന്ന രീതിയിൽ പഠിച്ചു വെക്കാണ്ട് നമ്മൾ പണ്ട് സർജറിക്ക് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ അത്രയും സ്റ്റെറൈലായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ഒന്നും ആയിരുന്നില്ല യൂസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കൊരു സർജറി നമ്മൾ നടത്തേണ്ടത് അത്രയും സ്റ്റെറൈലായിട്ടുള്ള കണ്ടീഷൻസിലാണ് അല്ലേ. അതിന് കാർബോളിക് ആസിഡ് അല്ലെങ്കിൽ ഫീനോൾ നമുക്ക് ഇത് വേണ്ടി ഡിസിൻഫെക്റ്റൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്ന് ഫസ്റ്റ് കണ്ടുപിടിച്ചത് ആരാണ്? ജോസഫ് ലിസ്റ്റർ ആണ്.
അപ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് ഈ സർജറി ചെയ്യുമ്പം ഇത് ഒരു ആൻറ്റിസെപ്റ്റിക് ആയിട്ട് ഫസ്റ്റ് യൂസ് ചെയ്തത് ജോസഫ് ലിസ്റ്റർ ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ഫാദർ ഓഫ് ആൻറ്റിസെപ്റ്റിക് സർജറി എന്ന് പറയുന്നത്. ഓർത്ത് വെക്കേണ്ട 2 പോയിന്റുകൾ, അദ്ദേഹം യൂസ് ചെയ്തത് എന്താണ്? ഫീനോൾ അല്ലെങ്കിൽ കാർബോളിക് ആസിഡ്. ഈ പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കണേ, കാർബോളിക് ആസിഡ് ഓർ ഫീനോൾ എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടേം നോക്കാം, ദാറ്റ് ഈസ് ഡീകണ്ടാമിനേഷൻ. ഡീകണ്ടാമിനേഷൻ അല്ലെങ്കിൽ സാനിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് നമ്മൾ അവിടെ അതിൻ്റെ മുകളിലുള്ള പാത്തോജനിക് മൈക്രോബിയൽ പോപ്പുലേഷൻ കുറച്ച് ആ ഒരു ഏരിയ നമ്മൾ കുറച്ചും കൂടി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സേഫ് ആക്കി വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഒരു ഏരിയയിൽ ഫുള്ള് അൺക്ലീൻ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ സാധാരണ ആ ഒരു ഏരിയ എന്ത് ചെയ്യാറുണ്ട്? ഡിറ്റർജൻറ്റോ അല്ലെങ്കിൽ സോപ്പോ ഒക്കെ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. ദാറ്റ് ഈസ് ഡീകണ്ടാമിനേഷൻ. നമുക്ക് കുറച്ചും കൂടി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഏരിയ സേഫ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ ആ ഒരു ഐറ്റം സേഫ് ആക്കി മാറ്റുക എന്നുള്ളത്. അവിടെ കംപ്ലീറ്റ് സ്റ്റെറിലൈസേഷൻ പോലെ എല്ലാ ബാക്ടീരിയയും റിമൂവ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഡീകണ്ടാമിനേറ്റ് ചെയ്യുക. അവിടെയുള്ള കണ്ടാമിനൻസിനൊക്കെ നമ്മളൊന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇതിനെ നമുക്ക് എന്ത് പറയാം? സാനിറ്റൈസേഷൻ ഓർ ഡീകണ്ടാമിനേഷൻ എന്ന് പറയാം. ഇങ്ങനെ ജസ്റ്റ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഐറ്റം സേഫ് ആക്കുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് എല്ലാ വേർഡ്സും ഒന്ന് ഡീറ്റെയിൽ ഒരുമിച്ച് നോക്കാം. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ പാത്തോജൻ റിമൂവ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് സ്പോർ അടക്കം റിമൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്നാൽ ഡിസിൻഫെക്ഷനിലാണെങ്കിലോ പാത്തോജൻസ് പോകുന്നുണ്ട്, എന്നാൽ സ്പോർസിന് അവിടെ കില്ലാവുന്നില്ല. കാരണം ഡിസിൻഫെക്റ്റൻ്റ് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഡിസിൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോർസ് അവിടെ തന്നെ നിൽക്കും, അതവിടെ കില്ലാവില്ല. ഡീകണ്ടാമിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു ഏരിയനെ നമ്മൾ എന്ത് ചെയ്യാണ്? കുറച്ചും കൂടി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സേഫ് ആക്കി മാറ്റുക, അവിടെയുള്ള കണ്ടാമിനൻസിനൊക്കെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഡീകണ്ടാമിനേഷൻ അല്ലെങ്കിൽ സാനിറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആൻറ്റിസെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ആൻറ്റിസെപ്സിസ് അല്ലെങ്കിൽ സെപ്സിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡി സർഫസ്, കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, ബോഡി സർഫസ്, സ്കിൻ അല്ലെങ്കിൽ വൂണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസം, അവിടെയുള്ള മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആൻറ്റിസെപ്സിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻറ്റിസെപ്റ്റിക് യൂസ് ചെയ്തിട്ട് ആ ഒരു ഏരിയനെ ക്ലീൻ ചെയ്യുക എന്നുള്ളത്, ബോഡി സർഫസ്. ഓക്കെ, ഇനി അതേപോലെ 2 ടേംസ് ആണ്, സൈഡും സ്റ്റാറ്റിക്കും. അത് നമുക്ക് വേണമെങ്കിൽ ബാക്ടീരിയസൈഡ് ആൻഡ് ബാക്ടീരിയസ്റ്റാറ്റിക്സ് എന്നുള്ള രീതിയിൽ പറയാം. സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ ആ കെമിക്കലിന് പറയുന്നതാണ്, ആ ഏജൻറ്റിനെ. ഇപ്പോൾ ഒരു കെമിക്കൽ ബാക്ടീരിയസൈഡ് ആണെന്ന് പറഞ്ഞാൽ സൈഡ് മീൻസ് കിൽ എന്നാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ആ കെമിക്കൽ ഏജൻറ്റ് ആ ബാക്ടീരിയനെ കില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കെമിക്കൽ ഏജൻറ്റിനെ നമുക്ക് എന്ത് പറയാം? ബാക്ടീരിയസൈഡ് എന്ന് പറയാം. കാരണം എന്താണ്? ബാക്ടീരിയനെ കില്ല് ചെയ്യുന്ന കെമിക്കൽ ഏജൻ്റാണ്. ആ ഒരു ഏജൻറ്റ് വൈറസിനെ കില്ല് ചെയ്യുന്നുണ്ടെങ്കിലോ വൈറസൈഡ് എന്ന് പറയാം, വൈറസൈഡ് എന്ന് പറയാം. ആ ഒരു ഏജൻറ്റ് ഫംഗസിനെ കില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ഫംഗിസൈഡ് എന്ന് പറയാം, കില്ല് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാലോ? അപ്പോൾ ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഏജൻറ്റ് ബാക്ടീരിയൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുള്ളൂ. സംഭവം ബാക്ടീരിയനെ മൊത്തത്തിൽ അത് കില്ല് ചെയ്യുന്നില്ല, പക്ഷേ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുന്നതില്ലേ, അതവിടെ ഇൻഹിബിറ്റ് ചെയ്താൽ. അപ്പോൾ ഓൾറെഡി അവിടെ ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതിനെ കില്ല് ചെയ്യാണ്ട് ഒരു ബാക്ടീരിയ ഉണ്ടെങ്കിൽ കുറച്ച് ടൈമിനനുസരിച്ച് കുറേ ബാക്ടീരിയ ആയിട്ട് മാറും അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്. ആ ഒരു സംഭവം അവിടെ നടക്കില്ല. അങ്ങനെയുള്ള കെമിക്കൽ ഏജൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാക്ടീരിയോസ്റ്റാറ്റിക്. ബാക്ടീരിയനാണ് അത് ഇൻഹിബിറ്റ് ചെയ്യുന്നെങ്കിൽ ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറയാം. ഫംഗസിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന കെമിക്കലിനെ നമുക്ക് ഫംഗിസ്റ്റാറ്റിക് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ആരാണ്? ഇപ്പോൾ ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്. ഇതിലേറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് കാണിക്കുന്നത് ആരാണ്? ഒരു ഡിസിൻഫെക്റ്റ് അല്ലെങ്കിൽ ആൻറ്റിസെപ്റ്റിക് ഒക്കെ യൂസ് ചെയ്താൽ ആരാണ് പെട്ടെന്ന് കില്ലാവുന്നത്? റെസിസ്റ്റൻ്റ് കൂടിയത് ആരാണ്? സെൻസിറ്റീവ് ആയത് ആരതാണെന്നാണ്. ഓക്കെ, നമ്മൾ ബാക്ടീരിയ വൈറസ് ഒക്കെ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻ്റ് ആയത്, അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ പറയുന്നത് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് കാണിക്കുന്നത് പ്രയോൺസ് ആണ്. അപ്പോൾ കൂടുതൽ പണിയെടുത്ത് കില്ല് ചെയ്യേണ്ടത് ആരായിരിക്കും? പ്രയോൺസിനെ കില്ല് ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് പ്രയോൺസ് ആണ്. അത് കഴിഞ്ഞ സ്പോർസ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അല്ലേ, സ്പോർസ് കില്ല് ചെയ്യാൻ ഡിസിൻഫെക്ഷനിൽ സ്പോർസ് കില്ലാവുന്നില്ല എന്നുള്ളത്. അപ്പോൾ കുറച്ചും കൂടി പണി, അതായത് പ്രയോൺ കഴിഞ്ഞാൽ അടുത്ത പണി നമുക്ക് വേണ്ടത് സ്പോറിനാണ്. ഏറ്റവും കൂടുതൽ പണിയുള്ളത് പ്രയോൺസ് ആണ്. അത് കഴിഞ്ഞാൽ സ്പോറാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ പ്രോട്ടോസോവ അല്ലേ, നമ്മൾ പാരസൈറ്റ്സിലെ പ്രോട്ടോസോവൻ്റെ സിസ്റ്റിനാണ്
റെസിസ്റ്റൻസ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നോൺ എൻവലപ്ഡ് വൈറസ്. കാരണം നമ്മൾ എൻവലപ്ഡ് വൈറസും ഉണ്ട്, നോൺ എൻവലപ്ഡ് വൈറസും ഉണ്ട്. എൻവലപ്പ് ഉള്ള വൈറസിനെ നമുക്ക് പെട്ടെന്ന് കില്ല് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് സോപ്പൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കില്ലാവുന്നതാണ്. അതിന് എൻവലപ്ഡ് വൈറസിനെക്കാളും ഏറ്റവും ലീസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്, ഏറ്റവും സെൻസിറ്റീവ് ആണ്, അല്ലെങ്കിൽ ലീസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ് എന്ത്, എൻവലപ്ഡ് വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടോസോവൻ്റെ സിസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നോൺ എൻവലപ്ഡ് വൈറസ് ആണ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മൈക്കോ ബാക്ടീരിയ ആണ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഫംഗസ് ആണ്. അത് കഴിഞ്ഞാൽ ഗ്രാം പോസിറ്റീവ് ആണ്. ഗ്രാം പോസിറ്റീവിലും ഗ്രാം നെഗറ്റീവിലും റെസിസ്റ്റൻസ് കൂടുതൽ ആർക്കാണ്? ഗ്രാം പോസിറ്റീവിനാണ്. ഗ്രാം നെഗറ്റീവിന് നെക്സ്റ്റ്, അത് കഴിഞ്ഞ് ലാസ്റ്റ് എൻവലപ്ഡ് വൈറസ് ആണ്. അപ്പോൾ തിരിച്ചു പറയാം, ഏറ്റവും സെൻസിറ്റീവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം കില്ല് ചെയ്യാൻ പറ്റുന്നത് എൻവലപ്ഡ് വൈറസസിനെയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് കില്ല് ചെയ്യാൻ പറ്റുന്നത് ഗ്രാം നെഗറ്റീവ് വൈറസിനെയാണ്. അത് കഴിഞ്ഞാൽ ഗ്രാം പോസിറ്റീവിനെയാണ്. പിന്നെ ഫംഗയാണ്. അത് കഴിഞ്ഞാൽ മൈക്കോ ബാക്ടീരിയ ആണ്. പിന്നെ നോൺ എൻവലപ്ഡ് വൈറസ് ആണ്, സിസ്റ്റ് ഓഫ് പ്രോട്ടോസോവ, ദെൻ സ്പോറ്, ലാസ്റ്റ് പ്രയോ. ഫസ്റ്റും ലാസ്റ്റും എന്തായാലും പഠിച്ചു വെക്കണം. ചിലപ്പോൾ ഈ ഓർഡർ തന്നെ ചോദിക്കാം. കാരണം നമ്മുടെ PSC എക്സാം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിന് ഡയറക്റ്റ് ആൻസറിന് മാറി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും കുറേ നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കി ആൻസർ ചെയ്യേണ്ട തരത്തിലൊക്കെ ഉള്ളതാണ്. ഓർഡർ മാറ്റി കൊടുത്തിട്ട് അത് കറക്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത് അല്ലേ. സോ അതുകൊണ്ട് ഓർഡർ ചിലപ്പം ചോദിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും ആദ്യം ഇത് പഠിച്ചു വെക്കുക, ഏറ്റവും മോസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്രയോണും ലീസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളത് ആരുമാണ്? എൻവലപ്ഡ് വൈറസ്. ആലോചിക്കുക, എൻവലപ്ഡ് വൈറസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് സോപ്പ് വാട്ടറൊക്കെ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്താൽ തന്നെ അത് കില്ലായി പോകുന്നതാണ് ഈ എൻവലപ്ഡ് വൈറസ്. അതിന് ലീസ്റ്റാണ്, പെട്ടെന്ന് അതിനെ നശിപ്പിക്കാൻ പറ്റും. പ്രയോൺസ് ആണ് മോസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളതും കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, സോ അടുത്തത് നോക്കാം. നമ്മളൊരു ബാക്ടീരിയൻ്റെ ബാക്ടീരിയൻ്റെ അല്ല, ഒരു സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ സ്റ്റെറിലൻ്റ് ഡിസിൻഫെക്റ്റൻ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ചിലപ്പോൾ ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരാം കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ ഓർഗാനിസത്തിൻ്റെ ലോഡാണ്. കൂടുതലായിട്ട് കുറേ ഓർഗാനിസം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൂടുതലായിട്ടുള്ള ടൈം വേണ്ടി വരും അല്ലേ. കുറേ ഓർഗാനിസംസ് ലോഡ് കൂടുതലാണെങ്കിൽ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യുന്നതിൻ്റെ ടൈമും കൂടുതൽ വേണ്ടി വരും. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഓർഗാനിസം ലോഡ് ഒരു ഡിസിൻഫെക്റ്റൻറ്റിൻ്റെ എഫിക്കസിനെ എന്ത് ചെയ്യുന്നുണ്ട്? എഫക്റ്റ് ചെയ്യുന്നതാണ്. രണ്ടാമത് നാച്ചർ ഓഫ് ഓർഗാനിസം. അതിപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം. ഇപ്പം പ്രയോൺസ് പറഞ്ഞു, അതേപോലെ എൻവലപ്ഡ് വൈറസ്. രണ്ടിനെയും കില്ല് ചെയ്യാൻ ഒരേ പോലെയാണോ? അല്ല. എൻവലപ്ഡ് വൈറസ് നമുക്ക് പെട്ടെന്ന് കില്ല് ചെയ്യാൻ പറ്റും. പ്രയോൺസ് ആണെങ്കിൽ നല്ല റെസിസ്റ്റൻസ് ഉള്ളതാണ്. അതാണ് ഇവിടെ നാച്ചർ ഓഫ് ഓർഗാനിസം എന്ന് ഉദ്ദേശിക്കുന്നത്. ഏത് ടൈപ്പ് ഓർഗാനിസം ആയിരിക്കും അതിനനുസരിച്ചായിരിക്കും നമ്മൾ സ്റ്റെറിലൈസേഷനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നതാണെന്നുള്ളത്. അടുത്ത പോയിന്റ് കോൺസെൻട്രേഷനാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു കെമിക്കൽ ഏജൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ, ഫിസിക്കൽ ഏജൻറ്റിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റെറിലൈസേഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 100 ഡിഗ്രിയിൽ നമ്മൾ ടെമ്പറേച്ചറിൽ കൊടുക്കേണ്ട ഒരു കാര്യം നമ്മൾ ചിലപ്പോൾ 50 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ എന്താവില്ല? ആ ഒരു ബാക്ടീരിയ കില്ലാവില്ല. അല്ലെങ്കിൽ 70% കോൺസെൻട്രേഷന് കെമിക്കൽ ഏജൻറ്റ് കൊടുക്കേണ്ടതിന് പകരം നമ്മളൊരു 40% കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് കില്ലാവില്ല. സോ അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷനും ടെമ്പറേച്ചറും എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഡിസിൻഫെക്റ്റൻറ്റിൻ്റെ എഫിക്കസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർഗാനിസത്തിൻ്റെ ലോഡ്, ഏത് ടൈപ്പ് ഓർഗാനിസം എന്നുള്ളത്, എത്ര കോൺസെൻട്രേഷനിലാണ് നമ്മൾ കൊടുക്കുന്നതെന്നും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് നാച്ചർ ഓഫ് സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്റ്റൻറ്റ്. ഏത് ടൈപ്പ് ഓഫ് സ്റ്റെറിലൈസേഷനാണ് നമ്മളവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. കാരണം ചിലതിൽ ഹീറ്റ് ആയിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക, ചിലതിൽ നമുക്ക് കെമിക്കൽ ഏജൻസ് യൂസ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മൾ ഫിൽട്രേഷൻ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഏത് ടൈപ്പ്, ഏത് നാച്ചുറായിട്ടുള്ള സ്റ്റെറിലൈസേഷനാണ് നമ്മൾ യൂസ് ചെയ്തതെന്നുള്ളത് നോക്കണം. അതേപോലെ തന്നെ ഡ്യൂറേഷൻ ഓഫ് എക്സ്പോഷർ, എത്ര ടൈം, എക്സ്പോഷർ ടൈം. ചിലപ്പോൾ 10 മിനിറ്റ് ചെയ്താൽ മതിയാവും, ചിലതിൽ നമ്മൾ 15 മിനിറ്റ് ചെയ്യേണ്ടി വരും, ചിലത് നമ്മൾ 1 മണിക്കൂർ ചെയ്യേണ്ടി വരും. അതാണ് അവിടെ ഡ്യൂറേഷൻ ഓഫ് എന്നുദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് pH എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് pHയിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കെമിക്കൽ ഏജൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് pH ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അസിഡിക് pHയിലാണ് നമ്മൾ കുറച്ചും കൂടി ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം കില്ല് ചെയ്യുന്നത്. പിന്നെ അടുത്തത് ബയോഫിലിം ഫോർമേഷൻസ് എന്ന് പറയും. അപ്പോൾ ചില ബാക്ടീരിയാസ് അല്ലെങ്കിൽ വൈറസൊക്കെ ബയോഫിലിം ഫോം ചെയ്യാറുണ്ട്. ബയോഫിലിം ഫോർമേഷൻ എന്ന് പറയുമ്പോൾ
അത് ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ്, ഒരു ഓർഗാനിസത്തിൻ്റെ പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ്. സോ അപ്പോൾ അത് എന്ത് ചെയ്യില്ല, ഈ ഡിസിൻഫെക്റ്റൻ്റെ എൻട്രീനെ അവർ പ്രിവെൻറ്റ് ചെയ്ത് അതിന് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കും. പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഒരു ഓർഗാനിസത്തിനെ സംബന്ധിച്ചോളം അത് പ്രൊട്ടക്ഷൻ ആണെങ്കിൽ കൂടി നമ്മളുടെ സ്റ്റെറിലൈസേഷൻ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുമോ അല്ലെങ്കിൽ ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്ന കാര്യം പ്രോപ്പറായിട്ട് നടക്കില്ല ഈ ബയോഫിലിം ഫോം ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ പല കാര്യങ്ങൾ, ഇപ്പോൾ എത്രത്തോളം ഓർഗാനിസംസ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ എത്ര ടൈം കൊടുക്കുന്നുണ്ട് എന്നുള്ളത്, എങ്ങനെയുള്ള ഓർഗാനിസംസിനെയാണ് അത് വരുന്നത്, എത്ര ടെമ്പറേച്ചർ കൊടുക്കുന്നുണ്ട്, എത്ര കോൺസെൻട്രേഷനിലാണ്, ഏത് pHയിലാണ്, ബയോഫിലിം ഫോമേഷൻ, ഏത് ടൈപ്പ് ഓഫ് സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ സ്റ്റെറിലൻ്റ് ഓർ ഡിസിൻഫെക്റ്റൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ ഒരു സ്റ്റെറിലൈസേഷൻ്റെ എഫിക്കസിനെ ഇഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഓരോ പോയിൻറ്റും നോട്ട് ചെയ്ത് വെക്കണം, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ചിലപ്പം ചോദിക്കാം. ഓക്കെ, ഇനി നമ്മൾ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ, ഇനിയാണ് നമ്മൾ ജസ്റ്റ് ക്ലാസ്സിലേക്ക് കടക്കുന്നത്. മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ് നോക്കുന്നത്. മെയിൻലി നമ്മൾ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിസിക്കൽ മെത്തേഡും വരുന്നുണ്ട്, അതേപോലെ തന്നെ കെമിക്കൽ മെത്തേഡും വരുന്നുണ്ട്. ഞാൻ ഈ ഒരു സ്ലൈഡിൽ ഫിസിക്കൽ മെത്തേഡാണ് കാണിക്കുന്നത്. ഫിസിക്കൽ മെത്തേഡും വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്ത് വരുന്നുണ്ട്, കെമിക്കൽ മെത്തേഡും വരുന്നുണ്ട്. 2 ടൈപ്പാണ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഫിസിക്കൽ മെത്തേഡാണ്. ഫിസിക്കൽ മെത്തേഡിൽ നമ്മൾ ഒന്നെങ്കിൽ ഹീറ്റ് യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ് വരുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്ക് റേഡിയേഷൻസ് യൂസ് ചെയ്യാം, ഫിൽട്രേഷൻ മെത്തേഡ് വരുന്നുണ്ട്. ഫിസിക്കൽ മെത്തേഡിൽ ഹീറ്റ് മെത്തേഡ് വരുന്നുണ്ട്, റേഡിയേഷൻ മെത്തേഡ് വരുന്നുണ്ട്, ഫിൽട്രേഷൻ മെത്തേഡ് വരുന്നുണ്ട്. അതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്, എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും, ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഹീറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഹീറ്റിൽ നമുക്ക് ഡ്രൈ ഹീറ്റും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, മോയിസ്റ്റ് ഹീറ്റും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡ്രൈ ഹീറ്റും യൂസ് ചെയ്യാൻ പറ്റും, മോയിസ്റ്റ് ഹീറ്റും യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. ഡ്രൈ ഹീറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന മെത്തേഡുകളാണ് റെഡ് ഹീറ്റ് മെത്തേഡ്, ഫ്ലെയിമിംഗ് മെത്തേഡ്, ഇൻസിനറേഷൻ മെത്തേഡ്, ഹോട്ട് എയർ ഓവൻ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? റെഡ് ഹീറ്റ്, ഫ്ലെയിമിംഗ്, ഇൻസിനറേഷൻ ആൻഡ് ഹോട്ട് എയർ ഓവൻ മെത്തേഡ്. മോയിസ്റ്റ് ഹീറ്റിലുള്ള മെത്തേഡിനെ നമ്മൾ വീണ്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടെമ്പറേച്ചർ ബിലോ, മോയിസ്റ്റ് ഹീറ്റിൽ 100 ഡിഗ്രിക്ക് താഴെ, ബിലോ 100 ഡിഗ്രിക്ക് നമ്മൾ മോയിസ്റ്റ് ഹീറ്റ് ചെയ്യുന്നതും, അറ്റ് 100 ഡിഗ്രിയിൽ മോയിസ്റ്റ് ഹീറ്റ് യൂസ് ചെയ്യുന്നതും, എബോ 100 ഡിഗ്രിയിൽ മോയിസ്റ്റ് ഹീറ്റ് യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹീറ്റിൻ്റെതാണ് നമ്മൾ ഡ്രൈ ഹീറ്റും നമുക്ക് യൂസ് ചെയ്യാം, മോയിസ്റ്റ് ഹീറ്റും നമുക്ക് യൂസ് ചെയ്യാം. ഡ്രൈ ഹീറ്റിൽ നമ്മൾ റെഡ് ഹീറ്റ് മെത്തേഡ്, ഫ്ലെയിമിങ്, ഇൻസിനറേഷൻ, ഹോട്ട് എയർ ഓവൻ, ഇത്രയും മെത്തേഡ്സാണ് നമ്മൾ ഡ്രൈ ഹീറ്റിൻ്റെ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നത്. എന്നാൽ മോയിസ്റ്റ് ഹീറ്റിൽ നമ്മൾ 100 ഡിഗ്രിക്ക് താഴെ മോയിസ്റ്റ് ഹീറ്റ് യൂസ് ചെയ്യുന്നതും, 100 ഡിഗ്രിയിൽ മോയിസ്റ്റ് ഹീറ്റ് യൂസ് ചെയ്യുന്നതും, 100 ഡിഗ്രിക്ക് മുകളിൽ മോയിസ്റ്റ് ഹീറ്റ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ് ഫസ്റ്റ് തൊട്ട്. ഓക്കെ, പിന്നെ കെമിക്കൽ മെത്തേഡും കൂടിയുണ്ട്, നമ്മൾ കെമിക്കൽ മെത്തേഡും ഡിസ്കസ് ചെയ്യും. ഞാനിപ്പം ഇവിടെ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുകയാണ്. ഫസ്റ്റ് മെത്തേഡ് ഹീറ്റാണ് അല്ലേ. ഫിസിക്കൽ മെത്തേഡിലെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഹീറ്റാണ്. കോമൺലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മോസ്റ്റ് കോമൺലിയും റിലയബിളൊക്കെ ആയിട്ടുള്ള മെത്തേഡാണ് ഈ ഹീറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഹീറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. അപ്പോൾ ഒരു ലാബിലൊക്കെ നമ്മൾ അധികം യൂസ് ചെയ്യുന്നത് ഈ ഒരു ഹീറ്റ്, മോയിസ്റ്റ് ഹീറ്റ് ആയിക്കോട്ടെ, ഡ്രൈ ഹീറ്റ് ചെച്ച് ആയിക്കോട്ടെ, ഓട്ടോക്ലേവ്, ഹോട്ട് എയർ ഓവൻ എന്നൊക്കെ പറയുന്ന എല്ലാ ഇൻസ്ട്രുമെൻറ്റും ഹീറ്റ് മെത്തേഡാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ അയണൈസിങ് റേഡിയേഷൻ ആയിക്കോട്ടെ, ഫിൽട്രേഷൻ എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി നമ്മൾ അത്രത്തോളം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡല്ല. ഓക്കെ, ഹീറ്റ് മെത്തേഡിനെ നമ്മൾ ഏതൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? യെസ്, ഡ്രൈ ഹീറ്റ് എന്നും പറഞ്ഞിട്ടും മോയിസ്റ്റ് ഹീറ്റ് എന്നും പറഞ്ഞിട്ട് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ആദ്യം നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനാണ്. എന്താ ഇവിടെ മെക്കാനിസം ഓഫ് ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പം ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിലുള്ള ബാക്ടീരിയനെയും വൈറസിനെയും ഒക്കെ നമ്മൾ ഡിസ്ട്രോ ചെയ്യുക അല്ലെങ്കിൽ കില്ല് ചെയ്യാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഡിസ്ട്രോ ചെയ്യുന്നത്? അപ്പോൾ ഒരു ഏജൻറ്റ് അല്ലെങ്കിൽ ഹീറ്റ് ആ ഒരു ബാക്ടീരിയനെ കില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ കരിച്ച് കളയും, അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് ഡാമേജ് ഉണ്ടാവും. അതെൻ്റെ ബാക്ടീരിയനെ പ്രോട്ടീനെ ഡീനാച്ചുറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ പ്രോട്ടീനെ കൊയാഗുലേറ്റ് ചെയ്തിട്ടാണ് കൊല്ലുന്നത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡ്രൈ ഹീറ്റ് എങ്ങനെയാണ് ആ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആ ഒരു ബാക്ടീരിയൽ പ്രോട്ടീനെ ഡീനാച്ചുറേറ്റ് ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ,
ഓക്കെ, ആ ഒരു ബാക്ടീരിയൽ പ്രോട്ടീനെ ഡീനാച്ചുർ ചെയ്യുക. ഓരോ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീന്, അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് ഡാമേജ്, അല്ലെങ്കിൽ ടോക്സിക് ഇഫക്റ്റ് ഓഫ് എലിവേറ്റഡ് ലെവൽ ഓഫ് ഇലക്ട്രോലൈറ്റ്. 3 തരത്തിലാണ് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ വരുന്നത്. ഒന്നെങ്കിൽ പ്രോട്ടീൻ്റെ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ, അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് ഡാമേജ് ഉണ്ടാക്കിയിട്ട് കില്ല് ചെയ്യും. അതേപോലെ തന്നെ ടോക്സിക് എഫക്റ്റ് ഓഫ് എലിവേറ്റഡ് ലെവൽ ഓഫ് ഇലക്ട്രോലൈറ്റ്സ്. ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡ്രൈ ഹീറ്റിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനും മോയിസ്റ്റ് ഹീറ്റിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനും രണ്ടും വരാം. കേട്ടോ, ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ, ഓക്സിഡേറ്റീവ് ഡാമേജ്, എലിവേറ്റഡ് ലെവൽ ഓഫ് ഇലക്ട്രോലൈറ്റ്സ്. മോയിസ്റ്റ് ഹീറ്റിൻ്റെത് എളുപ്പമാണ് പഠിക്കാൻ, ഡീനാച്ചുറേഷൻ ആൻഡ് കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ. മോയിസ്റ്റ് ഹീറ്റിൻ്റെത് എന്താണ്? ഡീനാച്ചുറേഷൻ ആൻഡ് കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ. COEO, കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ പഠിച്ചു വെക്കാൻ എളുപ്പമാണ്. ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ രണ്ടിലും ഉണ്ട്. കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ വരുന്നത് മോയിസ്റ്റ് ഹീറ്റിലാണ് കേട്ടോ. ഓക്കെ, സോ ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, ഡ്രൈ ഹീറ്റിൻ്റെത് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീനും ഓക്സിഡേറ്റീവ് ഡാമേജും എലിവേറ്റഡ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ ലെവലുമാണ് വരുന്നത്. മോയിസ്റ്റ് ഹീറ്റിൻ്റെത് ഡീനാച്ചുറേഷൻ ആൻഡ് കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡ്രൈ ഹീറ്റിൻ്റെ പല മെത്തേഡ്സുകൾ പറഞ്ഞിരുന്നു. ഡ്രൈ ഹീറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യാം അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റ് ചെയ്യാം എന്നുള്ള പല മെത്തേഡ്സാണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഫ്ലെയിമിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് മെത്തേഡാണ് ഫ്ലെയിമിംഗ്. ഫ്ലെയിമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബൺസൺ ബർണറിൽ ഇവിടെ കണ്ടോ ഒരു കൾച്ചർ ട്യൂബാണ് അല്ലേ, കൾച്ചറുള്ള ഒരു ടെസ്റ്റ് ട്യൂബാണ്. ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ജസ്റ്റ് ആ ഫ്ലെയിമിൻ്റെ അണ്ടറിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഫ്ലെയിമിൻ്റെ ടിപ്പിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് റെഡ് ഹോട്ട് ആവുന്നത് വരെ വെക്കല്ല കേട്ടോ, വിത്തൗട്ട് അലവിങ്. ഓക്കെ, സോ എന്താണ് ഇവിടെ ജസ്റ്റ് റെഡ് ഹോട്ട് ആവുന്നവരെ വെക്കുകയല്ല ചെയ്യുന്നത്, ജസ്റ്റ് നമ്മൾ ആ ഫ്ലെയിമിലൂടെ ഒന്ന് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു ബാക്ടീരിയൽ സ്ലൈഡൊക്കെ നമ്മളൊരു ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ നമ്മൾ സ്മിയർ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഈ ഗ്ലാസ് സ്ലൈഡ് ഇതേപോലെ നമ്മൾ ബൺസൺ ബർണറിൻ്റെ ജസ്റ്റ് പാസ് ചെയ്യാറില്ലേ, അതൊക്കെ ഫ്ലെയിമിംഗ് ആണ്. ജസ്റ്റ് ആ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് മൈക്രോ ഓർഗാനിസം ഫ്രീ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കൾച്ചർ ട്യൂബിൻ്റെ മൗത്ത് അതേപോലെ തന്നെ ഗ്ലാസ് സ്ലൈഡൊക്കെ ജസ്റ്റ് ഫ്ലെയിമിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുകയാണെങ്കിൽ ആ മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലെയിമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനൊക്കെയാണ് നമ്മൾ ആ ഫ്ലെയിമിംഗ് ചെയ്യാറുള്ളത്, ഗ്ലാസ് സ്ലൈഡിന് യൂസ് ചെയ്യാം, മൗത്ത് ഓഫ് കൾച്ചർ ട്യൂബിന് യൂസ് ചെയ്യാം, ജസ്റ്റ് സ്കാൽപ്പൽസ് ഒക്കെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാറുണ്ട്, ഇതേപോലെ ഒന്ന് ഫ്ലെയിമിൻ്റെ അണ്ടറിൽ എന്ത് ചെയ്യാറുണ്ട്, കാണിക്കാറുണ്ട്. ദാറ്റ് ഈസ് ഫ്ലെയിമിംഗ് എന്ന് പറയും. എന്നാൽ റെഡ് ഹീറ്റ് മെത്തേഡ് എന്താ, ഇതും ഡ്രൈ ഹീറ്റാണ്. കാരണം അവിടെ വെള്ളമൊന്നും നമ്മൾ മോയിസ്ചർ എന്ന് പറയുന്ന കാര്യം നമ്മളവിടെ യൂസ് ചെയ്യുന്നില്ല. റെഡ് ഹീറ്റ് അല്ലെങ്കിൽ റെഡ് ഹോട്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്ടീരിയോളജിക്കൽ വയർ ലൂപ്പ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് വയർ അല്ലെങ്കിൽ നീഡിൽ അല്ലെങ്കിൽ ടിപ്പ് ഓഫ് ഫോർസെപ്സ് ഒക്കെ റെഡ് ഹോട്ട് ആവുന്നവരെ നമുക്കൊരു ഇനോക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും സ്റ്റെറൈലായിട്ടുള്ളത് വയറായിരിക്കണമല്ലോ യൂസ് ചെയ്യുന്നുണ്ടത്. അപ്പം അതിന് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇനോക്കുലേറ്റിംഗ് വയർ കണ്ടോ, ആ ഒരു കാര്യം നമ്മൾ റെഡ് കളർ ആവുന്നവരെ, ഇപ്പുറത്തേക്കുള്ളത് നോക്കൂ, ഇതിൻ്റെ കളർ വേറെയും ഇതിൻ്റെ കളർ റെഡാണ് അല്ലേ. സോ ഈ റെഡ് കളർ ആവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആ ഒരു ബൺസൺ ബർണറിൻ്റെ മുകളിൽ കുറേ നേരം ഇങ്ങനെ കാണിച്ചു വെക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് റെഡ് ഹീറ്റ് മെത്തേഡ്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇനോക്കുലേറ്റിംഗ് വയറും ഇനോക്കുലേറ്റിംഗ് ലൂപ്പും ടിപ്പ് ഓഫ് ഫോർസെപ്സ് അല്ലെങ്കിൽ നീഡിൽസൊക്കെ അതിൻ്റെ ടിപ്പൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റെഡ് ഹീറ്റ് മെത്തേഡ് നമ്മൾ ചെയ്യാറുള്ളത്. ഫ്ലെയിമിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പാസ് ചെയ്യുകയാണ്, അത് ഗ്ലാസ് ഐറ്റംസിനാണ് ചെയ്യാറ്, ഗ്ലാസ് സ്ലൈഡ്, ടെസ്റ്റ് ഗ്ലാസ് ട്യൂബിൻ്റെ മൗത്തൊക്കെ. ഓക്കെ, റെഡ് ഹീറ്റ് എന്ന് പറയുമ്പോൾ ഇനോക്കുലേറ്റിംഗ് വയർ, മെറ്റൽ വയറൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി. അടുത്തതാണ് ഇൻസിനറേഷൻ. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ കത്തിച്ച് കരിയാക്കി കളയാം. യെസ്, ആ ഒരു ഇൻഫെക്റ്റീവ് മെറ്റീരിയൽസ് നമ്മൾ ബേൺ ചെയ്ത് കത്തിച്ച് അതിൻ്റെ ആഷസ് ആക്കി കരിച്ച് പൊടിയാക്കി കളയുക എന്നുള്ളതാണ് ഈ ഇൻസിനറേഷനിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഒരു ഇക്വിപ്മെൻറ്റ്സ് കാണാം അല്ലേ, ഇവിടെ കത്തിച്ച് കരിയാക്കി കളയാം. മെയിൻലി സോയിൽഡ് ഡ്രസ്സിങ്സ്, ആനിമൽ കാർക്കേസസ്, ബെഡിങ്. ഇപ്പോൾ നമുക്കറിയാം
അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ പേഷ്യൻ്റ് കിടന്ന ബെഡൊക്കെ ഉണ്ടാവും. ബെഡ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇപ്പോൾ ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബെഡിങ് ഒക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഡ്രസ്സസൊക്കെ ഉണ്ടാവും. ഡ്രസ്സസിൽ നമ്മൾ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ അതേപോലെ സ്പ്യൂട്ടോ ഒക്കെ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതേപോലെ ഇൻസിനറേറ്ററിലിട്ട് കരിച്ച് പൊടിയാക്കി കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നോട്ട് ചെയ്ത് വെക്കണം എന്തൊക്കെയാണ് നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളത്. ആനിമൽസിൻ്റെ കെയർ കേസസ്, അതേപോലെ തന്നെ ബെഡിങ്സ് അല്ലെങ്കിൽ സോയിൽഡ് ഡ്രസ്സിങ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്. സോയിൽഡ് ഡ്രസ്സിങ് ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ. ഡ്രസ്സ് നമ്മൾ ഈ ലിനന് ഈ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ആയിട്ട് കണ്ടാമിനേറ്റ് ചെയ്തതാണ് ഈ സോയിൽഡ് ഡ്രസ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ നമ്മൾ ഇതേപോലെ കരിച്ച് പൊടിയാക്കി അല്ലെങ്കിൽ കത്തിച്ച് ചാരമാക്കി കളയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇൻസിനറേഷൻ. ഇനി അടുത്തത് ഹോട്ട് എയർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെല്ലാ ലാബിൽ കോമൺലി യൂസ് ചെയ്യുന്ന ഹോട്ട് എയർ ഓവൻ എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാം ഡ്രൈ ഹീറ്റിൻ്റെ മെക്കാനിസമോ ആണ് വരുന്നത് അല്ലേ. ഇവിടെ ഡ്രൈ ഹീറ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡ്രൈ ഹീറ്റിൻ്റെ പ്രിൻസിപ്പിളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു ഇലക്ട്രിക്കലി ഹീറ്റഡ് ആയിരിക്കും. ഇലക്ട്രിക്കലി ഹീറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിൽ നമുക്ക് എന്തുണ്ടാവും, ജസ്റ്റ് ആ ഒരു കംപ്ലീറ്റ്ലി ഹോട്ട് എയർ ആയിരിക്കും പാസ് ചെയ്യുന്നത്. നമ്മൾ ഹോട്ടായിട്ടുള്ള ചൂടുള്ള എയർ ആയിരിക്കും. അത് ആ ചുറ്റിലും എല്ലായിടത്തേക്കും എത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു എന്തുണ്ടാവും, ഒരു ഫാൻ ഉണ്ടാവും. അതേപോലെ ഹീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ടാവും. ഹീറ്റ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തെർമോമീറ്റർ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും. നമുക്കതിൻ്റെ പിക്ചർ ഒന്ന് നോക്കാം. യെസ്, ഇതാണ് ഹോട്ട് എയർ ഓവൻ എന്ന് പറയുന്നത് അല്ലേ. ഇത് നമ്മൾ ഇലക്ട്രിക്കലി ഹീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിനുള്ളിലൂടെ നമ്മൾ സർക്കുലേറ്റ് ചെയ്യുന്ന എയർ എന്ന് പറയുന്നത് അത്രയും ചൂടായിട്ടുള്ള ഹോട്ട് എയർ ആയിരിക്കും. ഇത് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് അടിയിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫാൻ ഉണ്ടാവും. അതേപോലെ ഇത് ഹീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് തെർമോസ്റ്റാറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തെർമോമീറ്ററൊക്കെ ഉണ്ടാവും. സോ ഇതിൻ്റെ വർക്കിംഗ് ടൈം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിമിങ്ങിൽ ജസ്റ്റ് പാസ് ചെയ്യാമെന്ന് പറഞ്ഞു. റെഡ് ഹോട്ട് മെത്തേഡിലാണെങ്കിൽ നമ്മളതെന്താ ചെയ്യുന്നത്, യെസ്, റെഡ് ആവുന്നവരെ ഹീറ്റ്. ഇതിൽ നമ്മൾ ഇതിൻ്റെ ടൈമിംഗ്, ഹോൾഡിംഗ് ടൈം ആൻഡ് ഹോൾഡിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 2 hours ആണ്. 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 2 hours നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനുള്ളിൽ സാധനങ്ങൾ വെച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യാൻ വെക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അത്ര ടൈമില്ല. കോമൺ ഹോൾഡിംഗ് ടൈം എന്ന് പറയുന്നത് ഇതാണ് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസിൽ ഉള്ളതെങ്കിൽ നമ്മൾ ഇതാണ് എടുക്കേണ്ടത്. പക്ഷേ നമുക്ക് അത്രയും ടൈമില്ല. നമുക്ക് 1 hourനുള്ളിൽ ചെയ്ത് തീർക്കണം നമ്മളെ ഇതെന്നാണെങ്കിൽ നമുക്ക് 160 മാറ്റി 170 1 hourലേക്ക് ആക്കാം. ഈ ഒരു ഓപ്ഷൻ ഇല്ലയെന്ന് വെക്കുക. ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എടുക്കാം കേട്ടോ. കാരണം ജസ്റ്റ് ഒരു 10 ഡിഗ്രി നമ്മൾ കൂട്ടിക്കൊടുക്കുക, പക്ഷേ സമയം നേരെ പകുതിയായിട്ട് മാറി. അതേപോലെ ഇനി 1 hour നമുക്ക് ടൈമില്ല, 30 minutes മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 180 30 minutes വെച്ചാലും മതി. സോ പക്ഷേ എല്ലാ ഓപ്ഷൻസും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഓപ്ഷനാണ് പ്രിഫർ ചെയ്യേണ്ടത്, 160 2 hours എന്നുള്ളത്. അതില്ലെങ്കിൽ 170 ഫോർ 1 hour വെക്കുക. അതും ഇല്ലെങ്കിൽ 180 ഡിഗ്രിയിൽ 30 minutes. എല്ലാം നേരെ 2 hours നേരെ പകുതിയായി 1 hour ആയി, 1 hour നേരെ പകുതിയായി 30 minutes ആയി. അതേപോലെ ഓരോന്നും 10 ഡിഗ്രി കൂടി. അതൊന്നും ഓർത്ത് വെച്ചാൽ മതി. സോ ഫസ്റ്റ് പഠിച്ചു വെക്കേണ്ടത് 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 2 hours. നമ്മൾ എന്തിനൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ ലാബിൽ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. എന്തിനൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹോട്ട് എയർ ഓവൻ യൂസ് ചെയ്യുന്നത്? യെസ്, മെയിൻലി നമ്മളുടെ ഗ്ലാസ് വെയേഴ്സ്, പെട്രി ഡിഷ്, അതേപോലെ തന്നെ ഗ്ലാസ് സിറിഞ്ചസ്, പിപ്പറ്റ്സ്, ടെസ്റ്റ് ട്യൂബ്സ്, ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി എന്ത് യൂസ് ചെയ്യാറ്, ലാബിൽ ഇത് യൂസ് ചെയ്യാറുള്ളത്. അതേപോലെ നമുക്ക് സ്കാൽപ്പൽസ്, സിസേഴ്സ്, ഫോസെപ്സ്. ഇനി ക്വസ്റ്റ്യൻ വരുന്നൊരു ഏരിയ ഈ ലിക്വിഡ് പാരഫിൻസ്, ഓയിൽസ്, ഗ്രീസ്, പൗഡർ, ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വരും. അധികം നമുക്ക് ഗ്ലാസസും പെട്രി ഡിഷിൻ്റെയും സ്കാൽപ്പൽസിൻ്റെ ഒന്നല്ല ക്വസ്റ്റ്യൻ വരിക. ഒന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, ഓയിൽ അല്ലെങ്കിൽ ലിക്വിഡ് പാരഫിൻ, അതുപോലെ തന്നെ ഗ്രീസ്, പൗഡർ, ഡസ്റ്റ് പൗഡർ എന്നൊക്കെ പറഞ്ഞായിരിക്കും ക്വസ്റ്റ്യൻ വരെ. അത് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ എന്താ ഹോട്ട് എയർ ഓവനാണ് ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഗ്ലാസ് വെയറും സിറിഞ്ചൊക്കെ യൂസ് ചെയ്യുക. അതേപോലെ സ്കാൽപ്പൽസും കാര്യങ്ങളൊക്കെ നമുക്ക് സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുക. അതേപോലെ പാരഫിൻസ്, ഓയിൽ, ലിക്വിഡും ഗ്രീസും ഡസ്റ്റിംഗ് പൗഡറും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഹോട്ട് എയർ ഓവനിൽ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള പോയിന്റ് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്തത്. ഇനി ഇതിൽ തന്നെ നമ്മൾ സ്റ്റെറിലൈസേഷൻ കൺട്രോൾ എന്ന് പറഞ്ഞത് എന്താണ്?
നമ്മൾ പറഞ്ഞു 160°C 2 hour വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സ്റ്റെറൈലായി കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ശരിക്കും ഈ സ്റ്റെറിലൈസ് ആയിട്ടുണ്ടോ നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതിനുള്ളിലുള്ള ബാക്ടീരിയ ആയിക്കോട്ടെ വൈറസ് ആയിക്കോട്ടെ അത് കില്ലായിട്ടുണ്ടോ എന്ന് നമുക്ക് നേരെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല. സോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റെറിലൈസേഷൻ കൃത്യമായിട്ട് നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്റ്റെറിലൈസേഷൻ്റെ എഫക്റ്റീവ്നെസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, സ്റ്റെറിലൈസേഷൻ കൺട്രോൾ യൂസ് ചെയ്യാറുള്ളത്. സോ സ്റ്റെറിലൈസേഷൻ കൺട്രോൾ ആയിട്ട് നമ്മൾ ഈ ഹോട്ട് എയറിൽ യൂസ് ചെയ്യുന്നത് നോട്ട് ചെയ്ത് വെക്കണം. ഓട്ടോക്ലേവിൽ എന്താണ് യൂസ് ചെയ്യുന്നത്, ഹോട്ട് എയർ ഓവനിൽ എന്താണ് യൂസ് ചെയ്യുന്നതൊക്കെ ക്വസ്റ്റ്യൻ വരാറുള്ളത്. ഹോട്ട് എയർ ഓവനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ കൺട്രോളാണ് കൊളിസ്ട്രീഡിയം ടെൻറ്റനീൻ്റെതും അതുപോലെ ബാസിലസ് സബ്സ്റ്റിലിസിൻ്റെയും സ്പോർ കേട്ടോ. സ്പോർസ് ഓഫ് കൊളിസ്ട്രീഡിയം ടെറ്റനി ഓർ ബാസിലസ് സബ്റ്റിലിസ്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്പോർസ് നമ്മൾ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിരിക്കും. ജസ്റ്റ് നമ്മൾ ബാക്കിയുള്ള ഈ ഗ്ലാസ് വെയർ ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ഇതിൻ്റെ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള സ്പോറും കൂടി നമ്മൾ എന്ത് കൊടുക്കും, അതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കും. അതിനുശേഷം ഇഫക്റ്റീവായിട്ട് സ്റ്റെറിലൈസേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഈ സ്പോർസ് ഒക്കെ കില്ലായിപ്പോവും. കാരണം ഈ ഒരു 160 2 hour വെച്ചാൽ മാത്രമേ ഇതിൻ്റെ സ്പോർസ് കില്ലാവുള്ളൂ. സോ ഇതിൻ്റെ സ്പോർസ് കില്ലായിട്ടില്ലെങ്കിൽ നമുക്കറിയാം അവിടെ എന്താണ് സ്റ്റെറിലൈസേഷൻ മര്യാദയ്ക്ക് നടന്നിട്ടില്ല എന്ന് മനസ്സിലാവും. ഓക്കെ, സ്റ്റെറിലൈസേഷൻ മര്യാദയ്ക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ഈ സ്പോർസ് ഒക്കെ എന്തായി പോവും, കില്ലാവും. സോ സ്റ്റെറിലൈസേഷൻ കൺട്രോൾ ആയിട്ട് നമ്മൾ ഹോട്ട് എയറിൽ കൊടുക്കുന്നത് ഒന്നെങ്കിൽ ക്ലോസ്ട്രീഡിയം ടെറ്റനീൻ്റെ സ്പോറോ അല്ലെങ്കിൽ ബാസിലസ് സബ്റ്റിലിസിൻ്റെ സ്പോറോ ആണ്. ബാസിലസ് സബ്റ്റിലിസ് ആണ് അധികം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളത് കേട്ടോ. ഓക്കെ, ഇനി അത് കൂടാണ്ട് നമുക്ക് ടെമ്പറേച്ചർ കറക്റ്റാണോ, ഉള്ളിലുള്ള ടെമ്പറേച്ചർ കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി തെർമോ കപ്പിൾസ് നമുക്കൊരു കൺട്രോളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഉള്ളിലുള്ള ടെമ്പറേച്ചർ കാണാൻ പറ്റുന്നതാണ്, തെർമോമീറ്റർ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബ്രൗണീസ് ട്യൂബ് 3. അത് നോട്ട് ചെയ്ത് വെക്കണേ. ഹോട്ട് എയർ ഓവനിൽ നമ്മൾ സ്റ്റെറിലൈസേഷൻ കൺട്രോളായിട്ട് യൂസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഈ ബ്രൗണീസ് ട്യൂബ് നമ്പർ 3 എന്ന് പറയുന്നത്. സോ നോർമലി അതിൻ്റെ കളറ് റെഡ് കളറാണ്. അത് ഗ്രീനായിട്ട് മാറുകയാണെങ്കിൽ സ്റ്റെറിലൈസേഷൻ പ്രോപ്പറാണ്. റെഡ് കളർ എന്തായിട്ട് മാറണം, ഗ്രീനായിട്ട് മാറണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം സ്റ്റെറിലൈസേഷൻ പ്രോപ്പറാണ്, കറക്റ്റ് ടെമ്പറേച്ചറൊക്കെ കാര്യങ്ങൾ അവിടെ അറ്റൈൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടെ ഗ്രീൻ ആയത്. അങ്ങനെ ആയിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം സ്റ്റെറിലൈസേഷൻ പ്രോപ്പർ അല്ല എന്നുള്ളത്. അപ്പോൾ സ്റ്റെറിലൈസേഷൻ കൺട്രോളായിട്ട് നമ്മൾ ഹോട്ട് എയർ ഓവനിൽ ക്ലോസ്ട്രീഡിയം ടെറ്റനി അല്ലെങ്കിൽ ബാസിലസ് സബ്സ്റ്റിലിസിൻ്റെ സ്പോറോ അല്ലെങ്കിൽ തെർമോ കപ്പിൾസ് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ ബ്രൗണീസ് നമ്പർ ട്യൂബ് 3 നമുക്ക് യൂസ് ചെയ്യാം. സോ അത്രയാണ് നമ്മൾ ഡ്രൈ ഹീറ്റിൽ പറഞ്ഞത്. ഡ്രൈ ഹീറ്റിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? യെസ്, ഡ്രൈ ഹീറ്റിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ഫ്ലെയിമിങ് റെഡ് ഹീറ്റ് പറഞ്ഞു. അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഡ്രൈ ഹീറ്റിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിഡേറ്റീവ് ഡാമേജ് പറഞ്ഞു, ഡിനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ പറഞ്ഞു, ഇലക്ട്രോലൈറ്റിൻ്റെ എലിവേഷൻ പറഞ്ഞു. റെഡ് ഹീറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ടീരിയോളജിക്കൽ വൈറൽ ലൂപ്പൊക്കെ റെഡ് ഹീറ്റ് ആവുന്നവരെ, റെഡ് ഹോട്ട് ആവുന്നവരെ നമ്മൾ ബൺസൺ ബർണറിൻ്റെ മുകളിൽ വെക്കുന്നതാണ്. ഫ്ലെയിമിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ഗ്ലാസ് ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്തൊക്കെ ജസ്റ്റ് ആ ഫ്ലെയിമിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്നത്. ഇൻസിനറേഷൻ എന്ന് പറയുന്നത് നമ്മളതിനെ കരിച്ച് കളയാണ്. ഇപ്പോൾ സോയിൽഡ് ഡ്രസ്സിങ്ങും ബെഡിങ്സും ഒക്കെ നമ്മൾ ആഷസ് ആക്കി മാറ്റുന്നതാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. ഹോട്ട് എയർ ഓവൻ എന്ന് പറയുമ്പോൾ നമ്മൾ 160°C 2 hour ഒരു ഇൻസ്ട്രുമെൻസിന് ഹോട്ട് എയർ ഓവൻ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻസിൽ വെച്ചിട്ട് നമ്മളതിനെ സ്റ്റെറിലൈസ് ചെയ്യുകയാണ്. സോ അതിന് യൂസ് ചെയ്യുന്ന നമ്മൾ പാരഫിൻ ഓയിൽസ്, ഗ്രീസ്, പൗഡർ, ഇതൊക്കെ നമുക്ക് ഗ്ലാസ് വെയർസൊക്കെ നമ്മൾ ഹോട്ട് എയർ ഓവനിൽ വെച്ചിട്ടാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അതേപോലെ ക്ലോസ്ട്രീഡിയം ടെറ്റനീൻ്റെ സ്പോർസും അതുപോലെ തന്നെ ബാസിലസ് സബ്റ്റിലിസിൻ്റെ സ്പോർസും നമുക്ക് കൺട്രോളായിട്ട് യൂസ് ചെയ്യാം. ബ്രൗണീസ് നമ്പർ ട്യൂബ് 3 യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് മോയിസ്റ്റ് ഹീറ്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മെക്കാനിസം, മോയിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ വാട്ടർ വരുന്നുണ്ട് അല്ലേ, വെള്ളം തിളപ്പിച്ചിട്ടുള്ള പരിപാടികളായിരിക്കും അവിടെ വരുന്നത്. എന്തായാലും വാട്ടർ എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. ഡ്രൈ ഹീറ്റിൽ വാട്ടർ ഇല്ല, നല്ല ചൂടുള്ള ഡ്രൈ ഹീറ്റാണ് അവിടെ വരുന്നത്. ഇവിടെ മോയിസ്റ്റ് ഹീറ്റാണ്. മോയിസ്റ്റ് ഹീറ്റിൽ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഡീനാച്ചുറേഷൻ ആൻഡ് കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ ആണ് നമ്മൾ പറയുന്നത്. ഡീനാച്ചുറേഷൻ ആൻഡ് കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ ആണ്. അതിനെ നമ്മൾ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിലോ 100°C അറ്റ് 100°C എബോവ് 100°. അതിൻ്റെ ടെമ്പറേച്ചർ വെച്ചിട്ടാണ് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, ആദ്യം നമുക്ക് നോക്കാം ബിലോ 100°C. 100ന് താഴെ മോയിസ്റ്റ് ഹീറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന മെക്കാനിസം അല്ലെങ്കിൽ ടെക്നിക്കുകളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഫസ്റ്റ് വണ്ണാണ് പാസ്ചറൈസേഷൻ.
കോമൺലി നമ്മൾ കേട്ടിട്ടുള്ള ഒരു സാധനമാണ് അല്ലേ ഈ പാസ്ചറൈസേഷൻ. ലൂയിസ് പാസ്റ്ററാണ് ഫസ്റ്റ് അത് കണ്ടുപിടിച്ചതുകൊണ്ടാണ് നമ്മളതിനെ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ സാധാരണ പാസ്ചറൈസേഷൻ ചെയ്യാറുള്ളത് ഏതാണ്? കോമൺലി ചെയ്യാറുള്ളത് മിൽക്കിനാണ്. അതുകൂടാണ്ട് നമുക്ക് ഫുഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ ജ്യൂസ്, ഡയറി പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് പാസ്ചറൈസേഷൻ ചെയ്യാം കേട്ടോ, അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഐ മീൻ കുറേ കാലത്ത് ലോങ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പാസ്ചറൈസേഷൻ എന്നുള്ള ടെക്നിക്ക് യൂസ് ചെയ്യും. മിൽക്കിനാണ് നമ്മൾ കോമൺലി പാസ്ചറൈസേഷൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ എന്താണ്? ബിലോ 100 ഡിഗ്രിയിൽ വരുന്ന ഒരു ടെക്നിക്കാണ് പാസ്ചറൈസേഷൻ. അപ്പോൾ പാസ്ചറൈസേഷൻ ചെയ്യാൻ വേണ്ടി 2 മെത്തേഡുകളുണ്ട്. നമുക്ക് ഹോൾഡർ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡും ഉണ്ട്, ഫ്ലാഷ് മെത്തേഡ്. ഫ്ലാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. ഹോൾഡർ എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുത്ത് ഹോൾഡ് ചെയ്തിട്ട് ചെയ്യുന്ന. യെസ്, 63 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിലാണ് നമ്മളതിനെന്ത് പറയുന്നത്, അല്ലെങ്കിൽ തിളപ്പിക്കുകയാണെങ്കിലാണ് ദാറ്റ് ഈസ് ഹോൾഡർ മെത്തേഡ്. 63ൽ 30 മിനിറ്റ്സ്. ഫ്ലാഷ് മെത്തേഡിലോ ടെമ്പറേച്ചർ കൂട്ടി 72ൽ ടൈം കുറച്ചു, 20 സെക്കൻഡ്സ് ആണേ, മാറിപ്പോരുത്. ഫസ്റ്റത്തെ 30 മിനിറ്റ്സ് ആണ്, ഫ്ലാഷ് മെത്തേഡിൽ സെക്കൻഡ്സ് ആണ്. ഓക്കെ, 72 ഡിഗ്രി സെൽഷ്യസിൽ 20 സെക്കൻഡ്സ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഫ്ലാഷ് മെത്തേഡ്. സോ അത് കഴിഞ്ഞിട്ട് റാപ്പിഡ് കൂളിംഗ് ടു 13 ഡിഗ്രി സെൽഷ്യസ്. 72 നേരെ പെട്ടെന്ന് എങ്ങോട്ട് മാറ്റി കൂൾ ചെയ്തു? യെസ്, 13 ഡിഗ്രിയിലേക്ക് നമ്മൾ 13 ആണ്, 30 അല്ല, 13 ഡിഗ്രിയിലേക്ക് റാപ്പിഡായിട്ട് കൂൾ ചെയ്യുകയും ചെയ്തു. ഒന്നുമില്ല, പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് മിൽക്കിൻ്റെ സ്റ്റെറിലൈസേഷനാണ്. അത് 2 മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഹോൾഡർ മെത്തേഡ് എന്ന് പറയുമ്പോൾ 63 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ്സ് വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഫ്ലാഷ് മെത്തേഡ് എന്ന് പറയുമ്പോൾ 72 ഡിഗ്രി സെൽഷ്യസിൽ 20 സെക്കൻഡ് വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ നമ്മൾ റാപ്പിഡായിട്ട് പെട്ടെന്ന് 13 ഡിഗ്രിയിലേക്ക് കൂൾ ചെയ്യണം. കാരണം നമ്മൾ ടെമ്പറേച്ചർ പെട്ടെന്ന് കൂട്ടുകയും പെട്ടെന്ന് കുറയ്ക്കുമ്പോഴും അത് ബാക്ടീരിയക്ക് താങ്ങാൻ പറ്റില്ല, അങ്ങനെ ആ ബാക്ടീരിയക്ക് ഇല്ലാവും. പക്ഷെ നമുക്കിവിടെ പഠിച്ചു വെക്കേണ്ട ഒരൊറ്റ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഹോൾഡർ മെത്തഡിൽ എല്ലാ ബാക്ടീരിയയും കില്ലാവെങ്കിലും ഒരാൾ കില്ലാവില്ല. അതാരാണ്? യെസ്, കോക്സിയല്ല ബർണറ്റ്. ഈ കോക്സിയല്ല ബർണറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ ബാക്ടീരിയയും എവിടെ കില്ലാവുന്നുണ്ട്? നമ്മളുടെ ഹോൾഡർ മെത്തേഡിൽ. ഹോൾഡർ മെത്തേഡ്, ഫ്ലാഷ് മെത്തേഡിൽ അത് കില്ലാവും. ഫ്ലാഷ് മെത്തേഡിലെ കോക്സിയല്ല ബർണറ്റ് കില്ലാവുമെങ്കിലും ഹോൾഡർ മെത്തേഡിൽ മൂപ്പര് കില്ലാവുന്നില്ല. അത് പഠിച്ചു വെക്കണം. കോക്സിയല്ല ബർണറ്റ് ഹോൾഡർ മെത്തേഡിൽ കില്ലാവുന്നില്ല. അതുകൊണ്ട് ഫ്ലാഷ് മെത്തേഡിൽ കൊണ്ടുവന്ന കോക്സിയല്ല ബർണറ്റ് എന്താവുന്നുണ്ട്? കില്ലാവുന്നുണ്ട്. ആ ഒരു പോയിൻ്റാണ് പാസ്ചറൈസേഷനിൽ പഠിച്ചു വെക്കാനുള്ളത്. ടെമ്പറേച്ചർ, ഫ്ലാഷ് മെത്തേഡിൻ്റെ ടെമ്പറേച്ചറും ഈ ഹോൾഡർ മെത്തേഡിൻ്റെ ടെമ്പറേച്ചറും കോക്സിയല്ല ബർണറ്റിന്. ഇനി അടുത്തതാണ് വാട്ടർ ബാത്ത്. വാട്ടർ ബാത്ത് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ ഒരു ഡിവൈസിൽ നമ്മൾ വെള്ളം തിളപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് മെയിൻലി സെറം, ബോഡി ഫ്ലൂയിഡ്സ് കണ്ടെയ്ൻ കൊയാഗുലബിൾ പ്രോട്ടീൻസ്, കൊയാഗുലേറ്റ് ചെയ്യുന്ന പ്രോട്ടീൻസ് കണ്ടെയ്ൻ ചെയ്യുന്ന ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ നമുക്ക് വാട്ടർ ബാത്ത് ചെയ്തിട്ട് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സെറംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ 56 ഡിഗ്രി, നമുക്കറിയാം ഇതൊക്കെ 100ന് താഴെയുള്ളതാണ്. സോ 56 ഡിഗ്രി സെൽഷ്യസിൽ 1 hour ആണ് വെക്കുന്നത് സെറമൊക്കെ. ഇനി അതല്ല വാക്സിൻ ബാത്ത്, ഇതിന് സെപ്പറേറ്റ് വാക്സിൻ ബാത്ത് എന്ന് പറഞ്ഞ് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ടർ ബാത്തിൻ്റെ അണ്ടറുള്ള വാക്സിൻ എന്നുള്ള രീതിയിലും പഠിക്കാം കേട്ടോ. ഇങ്ങനെയാണെങ്കിലും ഓക്കെയാണ്. വാക്സിൻ ബാത്ത് ആണെങ്കിൽ അല്ലെങ്കിൽ വാക്സിൻസ് ആണ് സ്റ്റെറിലൈസ് ചെയ്യുന്നതെങ്കിൽ 60 ഡിഗ്രി സെൽഷ്യസിൽ 1 hour. ബാക്ടീരിയൽ വാക്സിൻസ് ആണ് വാക്സിൻ ചെയ്യുന്നതെങ്കിൽ 60 ഡിഗ്രി സെൽഷ്യസിൽ 1 hour. അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് വാട്ടർ ബാത്ത് ചോദിക്കുകയാണ് അല്ലെങ്കിൽ സെറം ബാത്ത് ചോദിച്ചാൽ 56 ഡിഗ്രി സെൽഷ്യസിൽ 1 hour എന്നുള്ള രീതിയിൽ ആൻസർ ചെയ്യാം. സോ നമ്മൾ മെയിൻലി വാട്ടർ ബാത്ത്, സെറം, അതേപോലെ വാക്സിൻസ് ഒക്കെ ഡിസിൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, ഈ വാട്ടർ ബാത്ത് യൂസ് ചെയ്യാറുള്ളത്. 56 ഡിഗ്രി സെൽഷ്യസിൽ 1 hour, വാക്സിൻ ആണെങ്കിൽ 60 ഡിഗ്രി സെൽഷ്യസിൽ 1 hour എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത മെത്തേഡ് നോക്കാം. ദാറ്റ് ഈസ് ഇൻസ്പിസേഷൻ ഓർ ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ. ഇൻസ്പിസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളത് മെയിൻലി എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എൽ ജെ മീഡിയം അതേപോലെ ലോഫ്ലെസ് സെറം സ്ലോപ്പ്. എൽ ജെ മീഡിയത്തിൽ നമുക്കറിയാം എഗ് ബേസ്ഡ് മീഡിയ ആണ്. സെറം സ്ലോപ്പ് ആണെങ്കിൽ സെറം ബേസ്ഡ് മീഡിയ ആണ് അല്ലേ. അപ്പോൾ എഗ് ബേസ്ഡ് ആയിട്ടുള്ളതും സെറം ബേസ്ഡ് ആയിട്ടുള്ള മീഡിയ ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്പിസേഷൻ ചെയ്യാറുള്ളത്. എഗ് ബേസ്ഡ് ആയിട്ടുള്ള എൽ ജെ മീഡിയവും സെറം ബേസ്ഡ് ആയിട്ടുള്ള ലോഫ്ലെസ് സെറം സ്ലോപ്പൊക്കെ മീഡിയനെയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ
എങ്ങനെയാണ് അതിൻ്റെ ടെമ്പറേച്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ദാറ്റ് ഈസ് 8 ബിലോ ആണ്, ഇതെല്ലാം ബിലോ 100 ആണ്. 80 to 85 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ്സ് 3 സക്സസീവ് ഡേയ്സ്. 30 മിനിറ്റ്സ് 3 സക്സസീവ് ഡേയ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ് ഇവിടെ 30 മിനിറ്റ് 3 സക്സസീവ് ഡേയ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ കാണും. കാരണം ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ ഫ്രാക്ഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യും, ഒരു 80 to 85 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് ടെമ്പറേച്ചർ വെച്ചിട്ട് അതിനെ ഹീറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് പിറ്റേ ദിവസമാണ് വീണ്ടും 30 മിനിറ്റ് ടൈം വെച്ചിട്ട് ഈ 80 to 85 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മൂന്നാമത്തെ ദിവസം 80 to 85 വീണ്ടും 30 മിനിറ്റ് ഹീറ്റ് ചെയ്യും. എന്തിനാ ഇങ്ങനെ 3 ദിവസമായിട്ട് ചെയ്യേണ്ടത്? ഒറ്റ ദിവസമായിട്ട് കംപ്ലീറ്റ് 1.5 മണിക്കൂർ ഹീറ്റ് ചെയ്താൽ പോരെ, അല്ലെങ്കിൽ ചെയ്താൽ പോരെ? അതല്ല, ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ വെജിറ്റേറ്റീവ് ഫോംസും കില്ലാവും. പക്ഷേ ഇനി അഥവാ ഏതെങ്കിലും സ്പോർ ഫോമുകൾ അവിടെ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അത് ജെർമിനേറ്റ് ചെയ്ത് വെജിറ്റേറ്റീവ് ഫോമായിട്ട് മാറും. അപ്പോൾ രണ്ടാമത്തെ ദിവസം ഹീറ്റ് ചെയ്യുമ്പോൾ അതും കില്ലാവും. ഇനിയും അഥവാ അവിടെ ഏതെങ്കിലും സ്പോർ ഫോം ഉണ്ടെങ്കിൽ അത് പിറ്റേ ദിവസത്തേക്ക് ജെർമിനേറ്റ് ചെയ്ത് വീണ്ടും വെജിറ്റേറ്റീവ് ഫോമായിട്ട് മാറും. അപ്പോൾ മൂന്നാമത്തെ ദിവസം വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം കില്ലാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 3 ദിവസമായിട്ട് ഫ്രാക്ഷനസ് ആയിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുമ്പോൾ. ഫസ്റ്റ് ഡേ നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോൾ വെജിറ്റേറ്റീവ് ഫോംസ് കില്ലാവും. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇൻ്റർവെല്ലിൽ കുറച്ച് ടൈം കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും സ്പോർസ് ഉണ്ടെങ്കിൽ അത് ജെർമിനേറ്റ് ചെയ്ത് വെജിറ്റേറ്റീവ് ഫോംസ് ആവും. പിറ്റേ ദിവസം നമ്മൾ വീണ്ടും കില്ല് ചെയ്യും. അതേപോലെ തന്നെ പിറ്റേ ദിവസം നമ്മൾ ചെയ്യും. സോ അങ്ങനെ കംപ്ലീറ്റ് എല്ലാം അവിടെ സ്റ്റെറിലൈസ് ആയിട്ട് മാറും. ഈ ഇൻസ്പിസേഷൻ എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻസ് ആണ്. അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻസ് നമ്മൾ പറഞ്ഞു. അതേപോലെ എന്തിനാണ് എഗ് ബേസ്ഡ് സെറം ബേസ്ഡ് മീഡിയസ് ആയിട്ടുള്ള LJ മീഡിയം, കോമൺലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് LJ മീഡിയം. അതേപോലെ തന്നെ ലോ ഫ്ലസ് സെറം സ്ലോപ്പൊക്കെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തേത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറ്റ് 100 ഡിഗ്രി മോയിസ്റ്റ് ഹീറ്റിൽ തന്നെയുള്ള അറ്റ് 100 ഡിഗ്രി. ഇപ്പം നമ്മൾ ബിലോ 100 ഡിഗ്രി സെൽഷ്യസിൽ ഏതൊക്കെ പറഞ്ഞു? യെസ്, ബിലോ 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ പാസ്ചറൈസേഷൻ പറഞ്ഞു, അതേപോലെ തന്നെ വാട്ടർ ബാത്ത് പറഞ്ഞു, അതുപോലെ തന്നെ ഇൻസ്പിസേഷനും പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള മെത്തേഡുകളാണ്. അറ്റ് 100 ഡിഗ്രി സെൽഷ്യസിൽ വരുന്ന മെത്തേഡ് എന്ന് പറയുമ്പോൾ യെസ്, ഫസ്റ്റ് വൺ ബോയിലിംഗ്. ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ സാധാരണ മക്കളുടെ ഇപ്പോൾ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ബോയിൽ ചെയ്ത് ഒരു 15 20 മിനിറ്റ് ബോയിൽ ചെയ്തെടുക്കാറുണ്ട്. അത് തന്നെയാണ് നമ്മൾ ജസ്റ്റ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ബോയിൽ ചെയ്ത് 100 ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ചെയ്തെടുക്കുകയാണ്. പക്ഷേ അവിടെ വെജിറ്റേറ്റീവ് ഫോംസേ കില്ലാവുന്നുള്ളൂ. നമ്മൾ തിളപ്പിക്കുക എന്ന് പറയുമ്പോൾ എല്ലാം കില്ലായി ക്ലീനായി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ തിളപ്പിച്ചാൽ ഒരു 20 മിനിറ്റ് തിളപ്പിച്ചാൽ പോലും അവിടെ വെജിറ്റേറ്റീവ് ഫോംസ് മാത്രമേ കില്ലാവുന്നുള്ളൂ. സ്പോർസ് ഫോംസ് അവിടെ തന്നെ കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ജസ്റ്റ് അങ്ങനെ പഠിച്ചു വെച്ചോളൂ. തിളപ്പിച്ചാലും സ്പോർസ് ഫോം എന്താവുന്നില്ല, കില്ലാവുന്നില്ല. ദാറ്റ് ഈസ് ബോയിലിംഗ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഇനി 100 ഡിഗ്രി സെൽഷ്യസിൽ ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് സ്റ്റീമിങ്. സ്റ്റീംസ് നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ ആ വെള്ളത്തിലാണ് നമ്മൾ ഇക്വിപ്മെൻറ്റ്സ് ഇടുന്നത് അല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ സ്റ്റീമിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. സ്റ്റീം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റെറിലൈസ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ പഠിക്കാനുള്ളത് ഒരു കോച്ച് അർണോൾഡ് സ്റ്റീമറാണ്. സോ നമ്മളതിൽ ടൈമും ടെമ്പറേച്ചറും നോട്ട് ചെയ്ത് വെക്കുക. അവിടെ നമ്മൾ ചെയ്യുന്ന 100 അറ്റിലാണെന്ന് നമുക്കറിയാം സ്റ്റീമിങ് 90 മിനിറ്റ് ആണ് കേട്ടോ. സോ ഇത് നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? യെസ്, യൂസ്ഫുൾ മീഡിയ വിച്ച് ഡീകമ്പോസ്ഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ഓട്ടോക്ലേവിൽ ഡീകമ്പോസ് ചെയ്താൽ ഇതിനാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെയും നമ്മൾ വെജിറ്റേറ്റീവ് ഫോംസ് മാത്രമേ കില്ലാവുന്നുള്ളൂ, സ്പോർസ് ഫോം കില്ലാവുന്നില്ല. ജസ്റ്റ് ഇത് ആലോചിച്ച് വെച്ചാൽ മതി. കോച്ച് ഓർ അർണോൾഡ് സ്റ്റീം സ്റ്റെറിലൈസർ നമ്മൾ ചെയ്യുന്ന ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ഫോർ 90 മിനിറ്റ് ആണ്. അറ്റ് 100ൽ ചെയ്യുന്നതാണ് സ്റ്റീമിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത മെത്തേഡ് നമ്മൾ ഇൻസ്പിസേഷൻ ബിലോ 100 ഡിഗ്രി സെൽഷ്യസിൽ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റെറിലൈസേഷനാണ് ടിൻഡിലൈസേഷൻ എന്ന് പറയുന്നത്. ടിൻഡിലൈസേഷൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ അതേ പ്രിൻസിപ്പിളാണ്, ഇൻസ്പിസേഷൻ്റെ അതേ പ്രിൻസിപ്പിളാണ്. പക്ഷേ ടെമ്പറേച്ചറും ടൈമും വ്യത്യാസമുണ്ട്. 100 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ടിൻഡിലൈസേഷൻ ചെയ്യുന്നത്. ഇൻസ്പിസേഷൻ 80 to 85 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് ആയിരുന്നു. ടിൻഡിലൈസേഷൻ 100 ഡിഗ്രി സെൽഷ്യസിൽ
20 മിനിറ്റ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. 3 ഡേയ്സ്, 3 സക്സസീവ് ഡേയ്സ് ആണ്. നേരത്തെ പറഞ്ഞ അതേ പ്രിൻസിപ്പിളാണ് ഇവിടെയും വരുന്നത്. ഇവിടെ നമുക്ക് മോസ്റ്റ് ഓഫ് വെജിറ്റേറ്റീവ് ഫോംസും ഇൻക്ലൂഡിങ് സ്പോർസ് അടക്കം എന്ത് ചെയ്യാൻ പറ്റും, കില്ല് ചെയ്യാൻ പറ്റും. ടൈമും ടെമ്പറേച്ചറും വ്യത്യാസമുണ്ട് കേട്ടോ. അവിടെ ഇൻസ്പിസേഷൻ 80 to 85 ആണ്. അറ്റ് 100 ഡിഗ്രിയിലാണ് ടിൻഡിലൈസേഷൻ വരുന്നത്. ടൈം 20 മിനിറ്റ്സ് ആണ്, 3 ഡേയ്സിന്. ഇവിടെ ഇതേപോലെ എഗ്ഗ്, സെറം ബേസ്ഡ് ആയിട്ടുള്ള ഷുഗർ കണ്ടെയ്നിങ് മീഡിയ ആയിട്ടുള്ള XLD, DC ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടിൻഡിലൈസേഷൻ മെത്തേഡിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഷുഗർ സെറം കണ്ടെയ്നിങ് മീഡിയ ഒക്കെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. ഇനി എബോവ് 100 ഡിഗ്രി, നമ്മൾ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസിൽ ഏതൊക്കെയാണ് പഠിച്ചത്? അറ്റ് 100ൽ നമ്മൾ പഠിച്ചത് ബോയിലിങ്, സ്റ്റീമിങ്, ടിൻഡിലൈസേഷൻ. ഇനി എബോവ് 100 ഡിഗ്രി സെൽഷ്യസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഓട്ടോക്ലേവ്. എബോവ് 100 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഓട്ടോക്ലേവ് ആണ്. ഓട്ടോക്ലേവ് എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിലുള്ള സെയിം നമ്മൾ പ്രഷർ കുക്കറിൻ്റെ സിമിലർ പ്രിൻസിപ്പിളാണ് എന്ത് വരുന്നത്. നമ്മൾ നോർമൽ പ്രഷറിൽ വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിലാണ് അല്ലേ. എന്നാൽ പ്രഷർ ക്ലോസ് ചെയ്ത ഒരു വെസൽസിനുള്ളിലാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസിലാണ് ബോയിൽ ചെയ്യുന്നതെങ്കിൽ കൂടി അവിടെ നമ്മൾ പ്രഷർ കൊടുക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടും. ഓക്കെ, ടെമ്പറേച്ചർ കൂടും. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചറും ടൈമും എന്ന് പറഞ്ഞാൽ 121 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ്സ് 15 PSI. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ ആൻഡ് ടൈം എന്ന് പറയുന്നത് 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 മിനിറ്റ്സ് ആൻഡ് 50 PSI ആണ്. സോ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു ഓട്ടോക്ലേവ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി നമ്മൾ ലാബിലുള്ള കൾച്ചർ മീഡിയാസൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഹോട്ട് എയർ ഓവനിൽ വെക്കാൻ പറ്റാത്ത സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഓട്ടോക്ലേവ് യൂസ് ചെയ്തിട്ട് സ്റ്റെറിലൈസ് ചെയ്യും. കോമൺലി നമ്മൾ കൾച്ചർ മീഡിയ ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്, ഓട്ടോക്ലേവ് യൂസ് ചെയ്യാറുള്ളത്. ഇനി സ്റ്റെറിലൈസേഷൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഹോട്ട് എയർ ഓവനിൽ നമ്മൾ പറഞ്ഞത് ഏതാണ്, ക്ലോസ്ട്രീഡിയത്തിൻ്റെയും അതേപോലെ തന്നെ ബാസിലസ് സബ്റ്റിലിസിൻ്റെയും സ്പോർസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓട്ടോക്ലേവിൽ യൂസ് ചെയ്യുന്നത് ജിയോബാസിലസ് സ്റ്റിയാറോതെർമോഫിലസിൻ്റെതാണ് സ്പോർസ് ആണ് സ്റ്റെറിലൈസേഷൻ കൺട്രോളായിട്ട് യൂസ് ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വെക്കണം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓട്ടോക്ലേവിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ജിയോബാസിലസ് സ്റ്റിയാറോതെർമോഫിലസിൻ്റെ സ്പോറാണ്. അതേപോലെ നമുക്ക് നേരത്തെ അവിടെ യൂസ് ചെയ്ത പോലെ ബ്രൗണീസ് ട്യൂബും ടെമ്പറേച്ചർ ചാർട്ട് റെക്കോർഡറും തെർമോ കപ്പിൾസൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, ജിയോബാസിലസ് സ്റ്റിയാറോതെർമോഫിലസ്. ദാറ്റ് ഈസ് ഓട്ടോക്ലേവിൻ്റെ സ്റ്റെറിലൈസേഷൻ കൺട്രോളാണ്. ഓക്കെ, അപ്പോൾ ഓട്ടോക്ലേവും എബോവ് 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഓട്ടോക്ലേവ് ആണ് പഠിച്ചത്. 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 മിനിറ്റ്സ് ഫോർ 15 PSI. ഇനി നമ്മൾ പഠിക്കാനുള്ളത് അങ്ങനെ നമ്മൾ ഏത് കവർ ചെയ്തു? കംപ്ലീറ്റ് ഹീറ്റ് മെത്തേഡ് കവർ ചെയ്തു അല്ലേ. ഏതൊക്കെയായിരുന്നു ഹീറ്റ് മെത്തേഡ്? ഡ്രൈ ഹീറ്റ് മെത്തേഡ്, അതിൽ നമ്മൾ റെഡ് ഹീറ്റ് പറഞ്ഞു, അതേപോലെ തന്നെ ഫ്ലെയിമിങ് പറഞ്ഞു, ഇൻസിനറേഷൻ പറഞ്ഞു, ഹോട്ട് എയർ ഓവൻ പറഞ്ഞു. ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പാസ്ചറൈസേഷൻ പറഞ്ഞു, അതുപോലെ തന്നെ ഇൻസ്പിസേഷൻ പറഞ്ഞു, വാട്ടർ ബാത്ത് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു മോയിസ്റ്റ് ഹീറ്റിൻ്റെ കേസിൽ 100 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ നമ്മൾ ബോയിലിംഗ് പറഞ്ഞു, സ്റ്റീമിങ് പറഞ്ഞു. അതുപോലെ എബോവ് 100 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ടിൻഡിലൈസേഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്. എബോവ് 100 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ നമ്മൾ ഓട്ടോക്ലേവ് ആണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് റേഡിയേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അയണൈസിങ് റേഡിയേഷൻസും നമുക്ക് യൂസ് ചെയ്യാം, നോൺ അയണൈസിങ് റേഡിയേഷൻസ്. 2 ടൈപ്പ് ഓഫ് റേഡിയേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അയണൈസിങ് റേഡിയേഷനും നോൺ അയണൈസിങ് റേഡിയേഷൻ. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നോൺ അയണൈസിങ് റേഡിയേഷൻ. നോൺ അയണൈസിങ് റേഡിയേഷൻസ് എന്ന് പറയുമ്പോൾ UV റൈസ്, അതിൽ യൂസ് ചെയ്യുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. UV റൈസ് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ്, ടങ്സ്റ്റൺ ഫിലമെൻറ്റ്, മെർക്കുറി ലാമ്പ്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോൺ അയണൈസിങ് റേഡിയേഷൻ. നോൺ അയണൈസിങ് റേഡിയേഷനെ ആദ്യം പഠിക്കേണ്ടത് ഹോട്ട് സ്റ്റെറിലൈസേഷൻ എന്നാണ്. കാരണം അവിടെ
ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഹോട്ട് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആ ചെയ്യുന്നത് വേവ് ലെങ്ത് എന്ന് പറയുന്നത് 220 to 280 നാനോമീറ്റർ ആണ് കേട്ടോ. അതിൻ്റെ വേവ് ലെങ്ത് 220 to 280 നാനോമീറ്റർ ആണ്. പക്ഷേ നമ്മൾ അയണൈസിങ് റേഡിയേഷനെ കമ്പയർ ചെയ്യുമ്പം ഇതിന് പുവർ പെനിട്രേഷൻ പവറാണ്. ഇത് സ്പോസിനെ കില്ല് ചെയ്യുന്നില്ല, ജസ്റ്റ് സർഫസ് ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. നോൺ അയണൈസിങ് റേഡിയേഷൻ ആയിട്ടുള്ള UV റൈസോ അല്ലെങ്കിൽ ഇൻഫ്രാറെഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് പെനിട്രേഷൻ പവർ കുറവാണ്. ജസ്റ്റ് നമുക്ക് സർഫസിലൊക്കെ എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, ഡിസിൻഫെക്റ്റൻ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അതുപോലെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഹോട്ട് സ്റ്റെറിലൈസേഷൻ എന്ന് പറയാം നോൺ അയണൈസിങ്ങിന്. എന്നാൽ അയണൈസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് എക്സ്റേ ഗാമാറേ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. എക്സ്റേ ഗാമാറേ ഒക്കെ യൂസ് ചെയ്യുന്നത് അയണൈസിങ് റേഡിയേഷൻ ആണ്. സോ അതുകൊണ്ട് നമുക്കിതിന് കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയാം. അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുമ്പോൾ അത് DNA ഡാമേജ് ആണ് ഉണ്ടാക്കുന്നത്. DNA ഡാമേജ്, ഇതും നോട്ട് ചെയ്ത് വെക്കണം. അയണൈസിങ് റേഡിയേഷൻ DNA ഡാമേജ് ആണ്. നോൺ അയണൈസിങ്ങിനെ കമ്പയർ ചെയ്യുമ്പം ഹൈ പെനിട്രേഷൻ പവറുമാണ് സ്പോറിസിഡൽ, സ്പോസിനെ കില്ല് ചെയ്യുകയും ചെയ്യും. അയണൈസിങ് റേഡിയേഷൻ സ്പോസിനെ കില്ല് ചെയ്യുകയും ചെയ്യും. നമ്മളിവിടെ എന്തൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ നമുക്കിത് യൂസ് ചെയ്യാം? ഇതൊക്കെ ക്വസ്റ്റ്യൻ കണ്ടതാണ് കേട്ടോ. ഈ ഡിസ്പോസിബിൾ സിറിഞ്ചിൻ്റെതൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, ഡിസ്പോസിബിൾ സിറിഞ്ചസ്, സ്യൂച്ചസ്, ക്യാനുല, നമ്മളെ ഫോളിക് കത്തീറ്റർ, ഇംപ്ലാൻസ്, പെട്രി ഡിഷ്, പേസ് മേക്കർ, ഗ്ലാസ് വെയർ, സിറിഞ്ചസ് ഒക്കെ നമുക്ക്, ക്യാനുല, കത്തീറ്ററൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, അയണൈസിങ് റേഡിയേഷൻസ് വഴി എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കോൾഡ് അയണൈസിങ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അയണൈസിങ്ങിനെ നമ്മൾ കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്നും നോൺ അയണൈസിങ്ങിനെ നമ്മൾ ഹോട്ട് സ്റ്റെറിലൈസേഷൻ എന്നും പറയും. അയണൈസിങ്ങിൽ നമ്മൾ ഗാമാറയും അതേപോലെ എക്സ്റേയുമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നോൺ അയണൈസിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് UV റേയും ഇൻഫ്രാറെഡും ഒക്കെയാണ്. സോ ഇത് ലോ പെനിട്രേഷൻ പവറും നോൺ സ്പോറിസിഡൽ, സ്പോസിനെ കില്ല് ചെയ്യില്ല. ഇത് ഹൈ പെനിട്രേഷൻ പവറും സ്പോറിസിഡലുമാണ്. അതുപോലെ ഇവിടെ നമുക്ക് DNA ഡാമേജ്, അയണൈസിങ്ങിൽ DNA ഡാമേജ് ഉണ്ട്. നമുക്ക് ഡിസ്പോസിബിൾ സിറിഞ്ചസ്, ഫോളിക് കത്തീറ്റർ, ക്യാനുല, അതേപോലെ ഇംപ്ലാൻസ് ഒക്കെ, കാർഡിയാക് ഇംപ്ലാൻസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. യെസ്, ബാസിലസ് പ്യൂമിലിസ് നമുക്ക് സ്റ്റെറിലൈസേഷൻ കൺട്രോൾ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓട്ടോക്ലേവിലും ഹോട്ട് എയർ ഓവനിലൊക്കെ കൺട്രോൾ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് കൺട്രോൾ പഠിക്കാനുണ്ട്. ബാസിലസ് പ്യൂമിലിസിൻ്റെ കൺട്രോളും കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ലാസ്റ്റ് മെത്തേഡ്, ഫിസിക്കൽ മെത്തേഡിലെ ലാസ്റ്റ് മെത്തേഡാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. യെസ്, ദാറ്റ് ഈസ് ഫിൽട്രേഷനാണ്. ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കില്ല് ചെയ്യുന്നില്ല, ബാക്ടീരിയനെ അരിച്ച് കളയാണ് അല്ലേ. നമ്മൾ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ആ ബാക്ടീരിയനെ നമുക്ക് എന്താണ് അരിച്ച് കളയാണ്. കാരണം എന്തിനായിരിക്കും നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന, നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യണമെങ്കിൽ ഡിസിൻഫെക്റ്റ് ചെയ്യേണ്ട ആ ഒരു മെറ്റീരിയൽസ് ഹീറ്റ് ലെബയിലാണ്, നമുക്ക് ഹീറ്റ് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഹീറ്റ് ലെബൈൽ മെറ്റീരിയൽ ആയിട്ടുള്ള, നോട്ട് ചെയ്ത് വെക്കുക, വാക്സിൻസ്, ആൻറ്റിബയോട്ടിക്, സെറം ഒക്കെയാണ് നമ്മൾ ഡിസിൻഫെക്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ അധികം ചെയ്യാറുള്ളത് ഫിൽട്രേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ് കേട്ടോ. എപ്പോഴും ചോദിക്കാറുണ്ട് ആൻറ്റിബയോട്ടിക് എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്യുക, വാക്സിൻസ് എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്യുക, സെറം എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്യുക, ഫിൽട്ടർ ചെയ്യാന്നല്ല, എങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യുക, ഏത് മെത്തേഡിലാണ് കൂടുതലായിട്ട് ചെയ്യുക എന്നുള്ളത്. സോ അതൊക്കെ കാരണം എന്താ, ഇതൊക്കെ ഹീറ്റ് ലെബൈലായിട്ടുള്ളതാണ്. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഫിൽട്ടർ ചെയ്യാണ് ചെയ്യാറുള്ളത്. ഓക്കെ, പല ടൈപ്പ് ഓഫ് ഫിൽറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡെപ്ത് ഫിൽറ്റർ എന്നുള്ളത്. ഡെപ്ത് ഫിൽറ്റർ നിങ്ങൾ പിക്ചറിൽ കാണാം, രണ്ട് ടൈപ്പ് ഫിൽറ്റർ, സർഫസ് ഫിൽറ്ററും കാണാം, ഡെപ്ത് ഫിൽറ്റർ. ഡെപ്ത് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ത്രൂ ഔട്ട് ദ ഡെപ്ത്, കംപ്ലീറ്റ് ആ ഡെപ്ത് മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്. ത്രൂ ഔട്ട് ദ ആ പാർട്ടിക്കിൾ നമുക്ക് ആ ഫിൽറ്റേഴ്സിൽ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡെപ്ത് ഫിൽറ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, മെയിൻലി നമുക്ക് ഫുഡ് ഇൻഡസ്ട്രി, ബിവറേജ് അങ്ങനെയുള്ള കെമിക്കൽ ഇൻഡസ്ട്രിയിലൊക്കെയാണ് നമ്മൾ ഈ ഡെപ്ത് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാറുള്ളത്. ജസ്റ്റ് അതിൻ്റെ വേറെ എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെച്ചോളൂ. ഈ സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്റേഴ്സ്, അതേപോലെ തന്നെ ബർക്കിഫീൽഡ് ഫിൽറ്റേഴ്സ്, ആസ്ബസ്റ്റർ ഫിൽറ്റേഴ്സ്, ഇതൊക്കെ നമ്മളെ ഈ ഡെപ്ത് ഫിൽറ്റേഴ്സിന് എക്സാമ്പിളാണ് കേട്ടോ. ജസ്റ്റ് പേരുകളൊന്ന് നോക്കി വെക്കുക. സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്റേഴ്സ്, ആസ്ബസ്റ്റർ ഫിൽറ്റർ എന്നൊക്കെ പറയുന്നത് നമ്മളെ ഡെപ്ത് ഫിൽറ്റേഴ്സിന് എക്സാമ്പിളാണ്. അതുകൂടാണ്ട് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് മെംബ്രെയിൻ ഫിൽറ്റേഴ്സാണ്. മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് നമ്മൾ നൈട്രോസെല്ലുലോസ് മെംബ്രെയിൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നതാണ് മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് അവിടെ എത്രയാണ് ആ ഫിൽറ്ററിൻ്റെ ആ ഒരു പോർ സൈസ് ഇല്ലേ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. 0.45 ആണ് കേട്ടോ.
0.25 to 0.45 ഒക്കെയാണ് നമുക്കതിൻ്റെ മെംബ്രെയിൻ ഫിൽറ്റേഴ്സിൻ്റെ പോർ സൈസ് വരുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് എയർ ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ലാമിനാർ ഫ്ലോറിലൊക്കെ യൂസ് ചെയ്യുന്ന ഹെപ്പ ഫിൽറ്റർ, ഹൈ എഫിഷ്യൻസി പർട്ടിക്കുലേറ്റ് ഹെയർ ഫിൽറ്ററൊക്കെ നമ്മൾ എയർ ഫിൽറ്റേഴ്സിൻ്റെ അണ്ടറിൽ വരും. അതേപോലെ തന്നെ അൾട്രാ ലോ പർട്ടിക്കുലേറ്റ് എയർ ഫിൽറ്ററും ഓക്കെ നമുക്ക് ഹെയർ ഫിൽറ്ററിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സോ ഇത്രയാണ് നമുക്ക് ഫിസിക്കൽ മെത്തേഡിൽ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കെമിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ്. സോ ആദ്യം നമുക്ക് ജസ്റ്റ് കംപ്ലീറ്റ് ഫിസിക്കൽ മെത്തേഡ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഫിസിക്കൽ മെത്തേഡിൽ നമുക്ക് കോമൺലി ഹീറ്റ് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റെറിലൈസേഷൻ ഉണ്ട്, റേഡിയേഷൻ യൂസ് ചെയ്തിട്ടുള്ളതുണ്ട്, ഫിൽട്രേഷൻസ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹീറ്റിൽ നമുക്ക് ഒന്നെങ്കിൽ ഡ്രൈ ഹീറ്റ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ മോയിസ്റ്റ് ഹീറ്റ് യൂസ് ചെയ്യാം. ഡ്രൈ ഹീറ്റിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഓക്സിഡേറ്റീവ് ഡാമേജും അതേപോലെ തന്നെ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീനും ഇലക്ട്രോലൈറ്റ്സിൻ്റെ എലിവേഷനാണ് വരുന്നത്. അതിൽ റെഡ് ഹീറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ വയർ ലൂപ്പൊക്കെ യൂസ് ചെയ്തിട്ട് റെഡ് ഹോട്ട് ആവുന്ന വരെ ചെയ്യുന്നതാണ് റെഡ് ഹീറ്റ്. ഫ്ലെയിമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലാസ് സ്ലൈഡൊക്കെ ജസ്റ്റ് ഫ്ലെയിമിൻ്റെ അണ്ടറിൽ പാസ് ചെയ്യുന്നതാണ്. ഇൻസിനറേഷൻ എന്ന് പറയുമ്പോൾ സോയിലിൻ്റെ ഡ്രസ്സിങ്ങും ബെഡിങ്ങും ഒക്കെ നമ്മൾ കരിച്ച് കളയുന്നതാണ്. ഹോട്ട് എയർ ഓവൻ എന്ന് പറയുമ്പോൾ 160 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ 2 അവർ വെച്ചിട്ട് ഹോട്ട് എയർ ഓവനിൽ സ്റ്റെറിലൈസ് ചെയ്യാം. ഗ്ലാസ് വെയർസ്, ഗ്രീസ്, പൗഡറൊക്കെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. മോയിസ്റ്റ് ഹീറ്റിലാണെങ്കിൽ ബിലോ 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ മിൽക്ക് പാസ്ചറൈസേഷൻ ചെയ്യാറുണ്ട്. നമുക്ക് 2 മെത്തേഡ് ഉണ്ട്, ഹോൾഡർ മെത്തേഡും ഉണ്ട്, ഫ്ലാഷ് മെത്തേഡും ഉണ്ട്. ഹോൾഡർ മെത്തേഡ് ആണെങ്കിൽ 63 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ്സും ഫ്ലാഷ് മെത്തേഡ് ആണെങ്കിൽ 72 ഡിഗ്രി സെൽഷ്യസിൽ 20 സെക്കൻഡ്സുമാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വാട്ടർ ബാത്ത് ചെയ്യാറുണ്ട്. വാട്ടർ ബാത്ത് എന്ന് പറയുമ്പോൾ 56 ഡിഗ്രി സെൽഷ്യസിൽ 1 അവർ ചെയ്യാം. അതിൽ തന്നെ വാക്സിൻ ബാത്ത് ആണെങ്കിൽ 60 ഡിഗ്രി സെൽഷ്യസിൽ 1 അവറാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഇൻസ്പിസേഷൻ ആണെങ്കിൽ LJ മീഡിയം, സെറം സ്ലോപ്പ് ഒക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് 80 to 85 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ്സ് 3 സക്സസീവ് ഡേയ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അറ്റ് 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ബോയിലിംഗ് ചെയ്യാറ്, 20 മിനിറ്റ്സ് ബോയിൽ ചെയ്യുക. അതേപോലെ സ്റ്റീമിങ് ചെയ്യാറുണ്ട്. അറ്റ് 100 ഡിഗ്രി സെൽഷ്യസിൽ സ്റ്റീമർ നമ്മൾ ചെയ്യാറുണ്ട്. എബോവ് 100 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഓട്ടോക്ലേവ് ആണ്. 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ 50 മിനിറ്റ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ റേഡിയേഷൻ, അയണൈസിങ് റേഡിയേഷനും നോൺ അയണൈസിങ് റേഡിയേഷനെ നമ്മൾ കോൾഡ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയും. നല്ല പെനിട്രേഷൻ പവറും സ്പോറിസിഡിലൊക്കെ ആയിട്ടുള്ളത് അയണൈസിങ് റേഡിയേഷൻ ആണ്. സോ എക്സ്റേ, ഗാമാ റേ ഒക്കെയാണ് നമ്മളതിന് യൂസ് ചെയ്യാറുള്ളത്. സോ നമുക്ക് എന്താണ് ഡിസ്പോസിബിൾ സിറിഞ്ചസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാനും കത്തീറ്ററും അതേപോലെ തന്നെ ക്യാനുലൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. നോൺ അയണൈസിംഗ് എന്ന് പറയുമ്പോൾ ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലോ പെനിട്രേഷൻ പവറാണ്. പക്ഷേ ഇവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഹോട്ട് സ്റ്റെറിലൈസേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഫിൽട്രേഷനായിട്ട് ഡെപ്ത് ഫിൽറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. ത്രൂ ഔട്ട് ദ ഡെപ്ത് നമ്മൾ ആ മാറ്റർ ഉണ്ടാവും. സോ സിൻഡേഡ് ഗ്ലാസ് ഫിൽറ്റേഴ്സ്, ആസ്ബസ്റ്റർ ഫിൽറ്ററൊക്കെ നമുക്ക് ഈ ഡെപ്ത് ഫിൽറ്റേഴ്സിന് എക്സാമ്പിളാണ്. പിന്നെ മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നൈട്രോസെല്ലുലോസ് മെംബ്രെയിൻ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ എയർ ഫിൽറ്റേഴ്സ്, അപ്പോൾ നമ്മൾ ഹെപ്പ ഫിൽറ്റേഴ്സ്, അൾട്രാ ഫിൽറ്റേഴ്സൊക്കെ നമുക്ക് എയർ ഫിൽറ്റേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സോ ഇത്രയാണ് നമുക്ക് ഫിസിക്കൽ മെത്തേഡിൽ പറയാനുള്ളത്.